ഉമ്മയോട് നമുക്ക് പറയാനുള്ളത്, ഉമ്മ ഒരു കാരണവശാലും വിഷമിക്കണ്ട. എനിക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അതാ കരുനാഗപ്പള്ളി സെക്ടറിൽ ഉണ്ടായിരുന്ന 9ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ആ ചെറിയ വിദ്യാഭ്യാസം മാത്രമുള്ള കുട്ടി. ആ കുട്ടി മരിക്കുമ്പോൾ ഞാനന്ന് SSFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞു, എനിക്ക് ആ സംഭവം ശരിക്കും ഓർമ്മയിലില്ല. എന്നാലും ഞാൻ ഓർത്തു പോകുന്നത്, അവന്റെ ജനാസ ഖബറടക്കിയിട്ട് തിരിച്ച് അവന്റെ മാതാപിതാക്കളെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ വേണ്ടി ആ വീടിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു ചെറ്റക്കുടിലാൻ, പക്ഷേ ഒരു SSFകാരന്റെ ചൈതന്യവും സൗന്ദര്യവും ആ വീടിന്റെ പെയിന്റിൽ പോലും വ്യക്തമായി കാണാം. പലക വെച്ചടിച്ചുകൂട്ടിയ സൈഡ് ഭിത്തിയുള്ള ആ പ്രത്യേകമായ വീട്, ഒരു ചെറിയ സൗകര്യം മാത്രമുള്ള വീട്, ഒരു കട്ടിലും ഒരു കസേരയും അവന് കിടക്കാനും അവന്റെ അടുക്കൽ വരുന്ന ആളുകൾക്ക് ഇരിക്കാനും മാത്രമായി ആ ഉമ്മയും ഉപ്പയും നീക്കി വെച്ചിട്ടുണ്ട് ആ വീട്ടിൽ. ആ വീടിന്റെ മുറ്റത്തു ചെന്ന് ഉപ്പാനെ കണ്ട് സമാശ്വസിപ്പിക്കാനെത്തിയപ്പോൾ ഉപ്പ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അവൻ എന്റെ മകൻ എത്ര വലിയ ഭാഗ്യവാനാണ്, ആരോരും അത്ര കൂടുതൽ സുഹൃത്തുക്കൾ വലയങ്ങൾ കൂടുതലില്ല, ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ച് വ്യക്തിപരമായി അവന്റെ വൈശിഷ്ട്യം തെളിയിക്കാൻ ഭൗതിക ലോകത്തൊരവസരവും അവന് ലഭിച്ചില്ല. പക്ഷേ അവനൊന്ന് ചെയ്തു, നല്ല വൃത്തിയായ ലിഖിതത്തിൽ SSFന്റെ ബുള്ളറ്റിനെഴുതി പുറത്തേക്ക് പോലും ചില സമയത്ത് ഇറങ്ങാൻ കഴിയാത്ത അസുഖത്തിന്റെ ഉടമയായ ആ അബ്ദുൽ അസീസ് കൂട്ടുകാരുടെ കയ്യിൽ കൃത്യമായി കൊടുത്ത് ജംഗ്ഷനിൽ അത് പതിപ്പിക്കാനുള്ള ദഅ്വാ പ്രവർത്തനത്തിൽ അവന് സജീവമായി. അതിന്റെ ബറക്കത്തുകൊണ്ട്, SSFന് പ്രവർത്തിച്ച ബറക്കത്തുകൊണ്ട് 19 വയസ്സുകാരനായ എന്റെ അബ്ദുൽ അസീസ് 4 കൊല്ലക്കാലം അവന്റെ ജീവിതത്തിന് വിചാരണ ആഖിറത്തിലുണ്ടെങ്കിൽ അവിടെ രക്ഷപ്പെടാൻ ഈ ഒരു പ്രവർത്തനം മതിയല്ലോ, അവനൊരു SSFകാരനായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പിതാവ് കണ്ണുനീര് പൊഴിച്ച പിതാവ് തുടച്ചുമാറ്റി സമാശ്വസിക്കുമ്പോ ഉമ്മാനെ വിളിച്ച കഥകന് മറവിൽ നിർത്തിയിട്ട് ഉമ്മാനോട് ഞങ്ങൾ ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോ ഒരു ദീർഘനിശ്വാസം പോലെ ആശ്വാസത്തിന്റെ തെളിനീരിന്റെ മൂളൽ വന്നിട്ട് പറയുന്നു, അവൻ കഴിഞ്ഞയാഴ്ച ഇവിടം മുഴുവൻ വൃത്തിയാക്കിയപ്പോൾ അവനിവിടെ കടപ്പുറത്ത് നിന്ന് കുറച്ച് വെള്ള മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഇടാൻ നിർദ്ദേശം നൽകിയപ്പോൾ, എന്തിനാ മോനെ ഇത്ര വലിയ ഒരുക്കങ്ങളൊക്കെ, നിന്റെ കല്യാണം വല്ലതുമായോ? ആ സമയത്ത് ആ മകൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഉമ്മ എപ്പോഴെങ്കിലും പെട്ടെന്ന് ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ ഉമ്മാന്റെ കരങ്ങളിൽ എന്നെ എടുത്തു വെക്കാൻ ഇടവന്നാൽ എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി. അവന് ആവശ്യമില്ലാത്തത് പറയാതെടാ എന്ന് പറഞ്ഞവന്റെ ചുണ്ടിനെ അമർത്തിപ്പിടിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അവൻ പറഞ്ഞ വാക്കുകൾ അല്ലാഹു അവനെ കൊണ്ട് പറയിപ്പിച്ച എന്റെ പൊന്നുമോന്റെ മുത്തുമണികളായിരുന്നു എന്ന് ആ ഉമ്മ പറഞ്ഞ് അൽഹംദുലില്ലാഹ് അവൻ സ്വർഗത്തിലാകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് അവിടെ കൊടുങ്കാറ്റ് പോലെ ഉയർന്നു വന്ന ആ ദുഃഖത്തിന്റെ വലിയ കരുനിഴൽ മാറ്റി പ്രകാശതീരം പണിയാൻ ഉമ്മക്ക് പ്രയാസമുണ്ടായില്ല. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق وعلى آله وأصحابه الذين سعدوا في معارج الحق بالتحقيق وسعدوا في مناهج الصدق بالتصديق. أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. صلوات ربنا العلا بسلامه
أبدا على أعلى الخلائق حبه. ഏറ്റവും ആദരണീയരായ അധ്യക്ഷൻ നസ്രുദ്ദീൻ ദാരിമി, നമ്മുടെ ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ സുഹൃത്ത് അബ്ദുൽ ജബ്ബാർ സുഖാഫി, വേദിയിലും സദസ്സിലും സന്നിഹിതരായ പണ്ഡിത സുഹൃത്തുക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, പ്രിയങ്കരനായ അനുജൻ മർഹൂം നദീറിന്റെ ഉപ്പ ബദറുദ്ദീൻ സാഹിബ് അടക്കം നാട്ടുകാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഒരനുസ്മരണ സമ്മേളനത്തിലാണ് നാം എല്ലാം അണിനിരന്നിരിക്കുന്നത്. ഞാൻ ഈ സദസ്സ് കാണുമ്പോൾ തന്നെ വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായും അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തുന്നതുമായും ബന്ധപ്പെട്ട് തെളിവുകൾ ഉദ്ധരിക്കുന്ന സ്ഥലത്ത് ഉലമാ നമ്മെ പഠിപ്പിക്കുന്നത് മഹബത്തിന്റെ വലിയൊരു അലാമത്താണ് കസറത്തു ദിക്രിഹി. ആരോടാണോ മഹബത്തുള്ളത് അവരുടെ അനുസ്മരണം അധികരിപ്പിക്കുക എന്നത്, അവരെക്കുറിച്ചുള്ള പറച്ചിൽ കൂടുതലാക്കുക എന്നത് തന്നെ മഹബത്തിന്റെ വലിയ ഒരു അടയാളമാണ്. നദീർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട SSFന്റെ സെക്ടർ അൽ ഇസാബ ടീമിന്റെ ചീഫായിരുന്ന ആ അനുജൻ 20 വയസ്സ് പ്രായമുള്ളപ്പോ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ അവന്റെ അനുസ്മരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയ ഒരു സമൂഹം ഇവിടെ സന്നിഹിതരായത് എന്തുകൊണ്ടാണ്? മാത്രമല്ല 57 ദിവസമാണ് ഇന്ന് ആകുന്നതെന്ന് തോന്നുന്നു. ഈ 57 ദിവസവും നദീറിനെ സംബന്ധിച്ചാണ് ഈ നാട്ടിലെ മുഴുവൻ ചർച്ചയും എന്ന് ഇവിടുത്തെ കാരണവന്മാർക്കടക്കമറിയാം. ഈ പ്രദേശത്തിന്റെ 4 അതിർത്തികൾക്കുള്ളിൽ മാത്രമല്ല, മലയാളിയുടെ മണമുള്ള മുഴുവൻ പ്രദേശങ്ങളിലും നദീർ എന്ന ആ കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് എല്ലാവർക്കും 1000 നാവ് അവന്റെ മദ്ഹുകൾ പറയാൻ, കീർത്തനങ്ങൾ പറയാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായി അവന്റെ പരലോക വിജയത്തിനായി ദുആയിരക്കുകയാണ്. ഗൾഫിൽ പോയിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ അവധിക്ക് ശേഷമായുള്ളൂ എങ്കിലും പ്രിയപ്പെട്ട മകന്റെ വേർപാടുമായി ബന്ധപ്പെട്ട്, അവന്റെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ വിധിക്കപ്പെട്ട പിതാവ് ആ യാത്ര അങ്ങനെ ഉണ്ടായ സമയത്ത് ജോലി സംബന്ധമായ പ്രശ്നങ്ങളും എല്ലാം മറന്ന് ഒരു പ്രിയപ്പെട്ട മകൻ അവന്റെ വേർപാടിന്റെ ശേഷം അവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന ധാരാളം സദസ്സുകളിൽ വല്ലാതെ വിങ്ങിപ്പൊട്ടാൻ വരുന്ന മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പരലോക ചിന്ത ഉപയോഗിച്ച് ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരവസ്ഥ
നാം വളരെ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പരലോകത്താണ് മരണമില്ലാത്ത ജീവിതം നിശ്ചയിച്ചിട്ടുള്ളത്. ദുനിയാവ് അത് മനുഷ്യനും സർവ്വ സ്വത്തുക്കളും ഇവിടുന്ന് നശിക്കാനുള്ളതാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. മരണം എന്ന പ്രതിഭാസമോ പ്രായത്തിന്റെ വൈജാത്യമില്ലാതെ ആരാലും ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു വിരുന്നുകാരനാണ്. ലാ തർക്കനന്ന ഇലദ്ദുനിയാ വമാ ഫീഹാ ഫൽമൗതു ലാ ശക്ക യുഫ്നീനാ വയുഫ്നീഹാ. ദുനിയാവിൽ വല്ലാതെ ഇഴുകിച്ചേർന്ന് ഇതിനൊരന്ത്യക്കുറിപ്പ് ഉണ്ട് എന്ന് ധരിക്കാതെ മുന്നോട്ടു പോകുന്ന ആളുകൾക്ക് തീർച്ചയായും ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ് നാം കാണുന്ന ദുനിയാവിലെ സർവ്വതും എല്ലാം ഒരുമിച്ച് നശിച്ചു പോകുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. നശ്വരമാണ് ദുനിയാവ്. അതിന്റെ സംവിധാനങ്ങളെല്ലാം നശ്വരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ സദസ്സിൽ തന്നെ സന്നിഹിതനായതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് ബദറുദ്ദീൻ സാഹിബിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മനസ്സിനെ അടക്കി വെക്കുക, അല്ലെങ്കിൽ വല്ലാതെ സന്തോഷിക്കുക. കാരണം മരണം എല്ലാവർക്കുമുള്ളതാണ്. ആ മരണത്തിൽ തന്നെ അപകട മരണം എന്നത് നമുക്കൊരു വേദനയാണെങ്കിലും അപകടത്തിലൂടെയും ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ അപകടത്തിൽ മരിക്കുന്ന എല്ലാവർക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ബാക്കി പത്രങ്ങളുടെ ആ അവസ്ഥയും നമ്മുടെ അവസ്ഥയും തമ്മിൽ ഒന്ന് തുലനം ചെയ്യുക. നദീറിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് ഇന്ന് നദീർ ഖബറിലാണെങ്കിലും 1000 മനസ്സുകളിൽ നല്ല തുടിപ്പോടെ ജീവിക്കുകയാണ് നദീർ. അവനെ സ്ഥിരമായ ഒരു മാതൃകയാക്കി 1000 പ്രവർത്തകർ പിറകെ സഞ്ചരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നദീർ മാറിയിട്ടുണ്ട് എന്നാണ് ഈ നാടും നാടിന്റെ മുഴുവൻ സ്പന്ദനങ്ങളും നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നദീർ കുറഞ്ഞ കാലം മാത്രമേ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവർത്തന ചാതുര്യം കാണിക്കാൻ അവസരമായി ലഭിച്ചുള്ളൂ. എന്നാലും അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ധാർമ്മിക സമരങ്ങൾക്ക് അവന്റേതായ ഭാഗത്ത് നേതൃത്വം വഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അവസരം നൽകി. ഒന്ന് ഫിത്തിയത്തു സദാദ് എന്ന പേരിൽ സാമൂഹിക തിന്മകളെയും അധാർമിക കോട്ടകൊത്തളങ്ങളെയും പ്രതിരോധിക്കാൻ ചുറുചുറുക്കുള്ള യുവത്വത്തിന്റെ ഒരു സ്പെഷ്യൽ വിങ്ങിനെ ഇടക്കാലത്ത് വെച്ച് നമ്മുടെ സംഘടനാ പ്രസ്ഥാനം അണിയിച്ചൊരുക്കുകയുണ്ടായി. അതിൽ വളരെ ആക്റ്റീവായി നദീർ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് പഠനവും മറ്റുമൊക്കെയായി കുറഞ്ഞ സംഘടനാ പ്രവർത്തന രംഗത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനില്ലാതെ വന്നപ്പോൾ വീണ്ടും വളരെ ആവേശത്തോടെ ഈ പ്രാസ്ഥാനിക രംഗത്ത് ശക്തിപ്പെടുത്തണം എന്ന നിലക്ക് നദീർ കടന്നു വന്നത് അൽ ഇസാബ എന്ന് പറയുന്ന ഒരു കരുത്തുറ്റ ധർമ്മ പോരാളി വിങ്ങിലൂടെയാണ്. തൃശൂർ നഗരത്തിൽ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ പതാകയും പിടിച്ച് അൽ ഇസാബ അംഗങ്ങൾ 10,000-ലധികം വരുന്ന ആളുകൾ ഒരുമിച്ച് കൂടി നിന്നപ്പോൾ യഥാർത്ഥത്തിൽ തൃശൂരിന്റെ നഗരഹൃദയത്തിന് വേറിട്ട ഒരനുഭവമായിരുന്നു എന്ന് നമുക്കറിയാം.
മണിക്കൂറുകളോളം നിൽക്കണമെങ്കിൽ നിൽക്കാൻ, മണിക്കൂറുകളോളം ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ, പരിശുദ്ധ ദീനിന്റെ ദഅ്വാരംഗത്ത് അതിശീഘ്രം മുന്നോട്ടു പോകാൻ, എല്ലാ വൈതരണികളെയും പൂമാലകളെ പോലെ പരിവർത്തനം ചെയ്യാൻ വളരെ കരുത്തുറ്റ ഒരു വിങ്ങിനെ വാർത്തെടുക്കുക എന്ന നിലക്ക് സ്ഫുടം ചെയ്തെടുത്ത ഒരു പ്രവർത്തക വൃന്ദത്തിന് സംഘടനയും പ്രസ്ഥാനവും നൽകിയ ഒരു പേരായിരുന്നു അതെങ്കിൽ, ഈ സെക്ടറിന്റെ അതിന്റെ ചീഫായി പ്രവർത്തിക്കാൻ നദീറിന് വളരെ കുറഞ്ഞ കാലത്തെ പ്രവർത്തന പരിചയം കൊണ്ട് തന്നെ അവന് അനുഭവ സമ്പത്ത് ഉണ്ടാവുകയും പ്രവർത്തകരായ കൂട്ടുകാർ അവനെ നേതൃത്വത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്നതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അൽ-ഇസാബയുടെ പോരാളികളെ അഭിമുഖീകരിക്കാൻ ഒരു ചെറിയ അവസരം സാധുവായി എനിക്കും സംഘടനാ വേദിയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ആ കൂട്ടത്തിലുള്ള നദീർ പിന്നീട് അവന്റെ പ്രത്യേകമായ പ്രവർത്തന വീര്യം അത് ശരിക്കും പ്രയോഗിച്ചുകൊണ്ട് തന്നെ പുഞ്ചിരിക്കുന്ന മനസ്സും അത് പ്രകടിപ്പിക്കുന്ന വദനവുമായി നമ്മുടെ നാട്ടിലൊക്കെ ഓടി നടന്ന നദീർ ഇന്ന് നമ്മുടെ കൂടെയില്ലെന്ന് വിശ്വസിക്കാൻ നാം വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു രംഗത്താണ് ഉള്ളത്. ഉദ്ഘാടകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ആളുകൾ അഥവാ സമൂഹം മുഴുവൻ നല്ലതെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുവെങ്കിൽ ഈമാൻ അടിസ്ഥാനമായി ഉള്ള ആളുകൾക്ക് സ്വർഗം നിർബന്ധമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി. പുന്നാര നബി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ റൗദ ഷരീഫിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരു കൂട്ടുകാരൻ എന്ന നിലക്ക് ഉപ്പാനോട് വെക്കേഷൻ ടൈമിൽ വിസിറ്റിംഗ് വിസ എടുത്ത് ഉപ്പക്ക് അതിന് മാത്രമേ സൗകര്യമുണ്ടാവുകയുള്ളൂ. അത് UAE-യിൽ ജോലി ചെയ്യുന്നയാളെന്ന നിലക്ക് അദ്ദേഹത്തിനുള്ള എളുപ്പം ഉള്ള യാത്ര എന്ന നിലക്കാണ് അത് സൗകര്യം ചെയ്തത്. സൗദി അറേബ്യയിലേക്ക് ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് എല്ലാ സ്ഥലത്തും കാണിക്കാൻ പ്രയാസമാണ്. അതേസമയം ഉംറ വിസ എടുത്ത് എന്നെ അവിടേക്ക് വിട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആ ചെറുപ്പക്കാരൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തൊട്ടുമുന്നിൽ കാണുന്ന ചെറിയ ഷെഡാകുന്ന മദാറിൽ അവൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു മുതഅല്ലിമായോ ഒരു മുസ്ലിയാരായോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അത്തരം ഫീൽഡിൽ മാത്രം നിൽക്കുന്നയാളോ ആയി അല്ല നദീറിനെ നാം പരിചയപ്പെട്ടത്. ഒരു സാധാരണ പ്രവർത്തകനാണ്. മുതഅല്ലിമിന്റെ ആത്മീയമായ ചാനൽ അത് ഭൗതിക വിദ്യാർത്ഥിയിലേക്കും ഭൗതിക രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പരിസര വിജ്ഞാനത്തിന്റെ സ്രോതസ് മുതഅല്ലിമിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവഹിക്കാൻ അവസരം നൽകുന്ന ഒരു പ്രത്യേക സംഘടനാ സംവിധാനമാണ് SSF. അതുകൊണ്ട് തന്നെ അതിൽ പ്രവർത്തിച്ചു വന്ന കൂട്ടുകാരൻ എന്ന നിലക്ക് ആത്മീയ ചൈതന്യത്തിന്റെ മഹത്തായ ശൈലി ഉൾക്കൊള്ളുമ്പോഴും അവൻ നമ്മുടെ പരിസര പ്രദേശത്തുള്ള അസ്മാബി കോളേജിലേക്ക് BCom സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പഠിക്കാൻ വേണ്ടി പോകുന്ന യാത്രയിൽ തന്നെയാണ് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്കനുസൃതമായി അവൻ അന്ത്യശ്വാസം വലിക്കാൻ കാരണമായ ഒരു അത്യാഹിതത്തിൽ അവൻ പെട്ടുപോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ടായപ്പോഴും അവനെക്കുറിച്ച് പറയാൻ കിട്ടുന്നത് മുഴുവൻ കോളേജിൽ ചെത്തി നടന്ന ഒരു പ്രവർത്തകൻ എന്നല്ല. അവനൊക്കെ രാവിലെ കോളേജിൽ പോകുന്ന ബൈക്കിന്റെ ഓട്ടം എങ്ങനെയാണ് എന്ന് ഒരാളും ചോദിക്കുന്നില്ല. നാട് മുഴുവൻ പരതി നോക്കിയാൽ 1000 നന്മയുടെ വർത്തമാനങ്ങളല്ലാതെ നദീറിനെ കുറിച്ച് കേൾക്കാനില്ല. ഈ സമയത്ത് ബദറുദ്ദീൻ സാഹിബിനെയാണ് ആദ്യം സമാധാനിപ്പിക്കേണ്ടത് എന്ന ധാർമ്മികമായ ദൗത്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം. അതായത് ദിവസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 2-3 മാസങ്ങളായി ഒരു ചെറുപ്പക്കാരൻ അതാ കൊല്ലം ജില്ലയിൽ കരിക്കോട് ബ്രിഡ്ജിന് മുകളിൽ വെച്ച് ഒരു ആക്സിഡന്റ് പറ്റി മരിക്കുകയാണ്.
ആ മരിച്ച വാർത്ത കേട്ട ഉടനെ നമ്മുടെ ഖാദിസിയയിൽ നിന്ന് ഖാദിസിയ ഹോസ്പിറ്റലിന്റെ വകയായി ഉള്ള ആംബുലൻസ് വിളി വന്നതനുസരിച്ച് അവിടത്തേക്ക് പുറപ്പെട്ടു. അത്യാഹിതത്തിൽപ്പെട്ടവരാരായിരുന്നാലും ആംബുലൻസിന് അതിന്റെ ഡ്യൂട്ടി നിർവഹിക്കണമല്ലോ. ആ നിലയ്ക്ക് അവിടേക്ക് പോയി. അവിടെ ചെന്ന് ആ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. വീട് വലിയ വലിയ കുടുംബക്കാരാണ്, വലിയ കീർത്തി കേട്ടവരാണ്. അവിടേക്ക് ആംബുലൻസ് ചെല്ലുമ്പോൾ നിറഞ്ഞു കിടക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നടുവിൽ ഖാദിസിയയുടെ പേരെഴുതിയ ആംബുലൻസാണ് വരുന്നത്. പലപ്പോഴും ബന്ധപ്പെട്ട പലരുമുള്ള നാട് എന്ന നിലക്ക് പിന്നീട് ആ മരണവൃത്താന്തത്തെക്കുറിച്ച് അല്പം അറിയേണ്ടി വന്നപ്പോൾ വല്ലാത്തൊരു ദുഃഖം തോന്നി സഹോദരങ്ങളെ. മറ്റൊന്നുമല്ല, ഈ ചെറുപ്പക്കാരനായ കുട്ടി അവൻ സഞ്ചരിച്ചിരുന്ന മാരുതി കാറ് അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അവൻ മദ്യപിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചതെന്ന് കേട്ടു. ആ ചെറുപ്പക്കാരന്റെ കൂടെ അവന്റെ ബന്ധത്തിലല്ലാത്ത 1-2 സ്ത്രീകൾ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നുകൂടി കേൾക്കുമ്പോ അവന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ നമ്മുടെ വാഹനം എത്തരുതായിരുന്നു എന്ന് ആവശ്യമില്ലാത്തൊരു ചിന്തയാണ് ആംബുലൻസിനെ സംബന്ധിച്ച്. എന്നാലും നമ്മുടെ മനസ്സിൽ അധാർമികമായ ഒരന്ത്യത്തെക്കുറിച്ചുള്ള മ്ലേച്ഛമായ ഒരവസ്ഥ, അറപ്പുണ്ടാക്കുന്നൊരു സാഹചര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണ്ടായി. അതിനുശേഷം വല്ലാതെ വേദനിച്ചു നിൽക്കുമ്പോൾ ആലോചിച്ചു, അൽഹംദുലില്ലാ, കൊച്ചുകുളങ്ങര അബൂബക്കർ ഉസ്താദ് മഹാനുഭാവൻ മരണപ്പെട്ടപ്പോൾ അവിടുന്ന് കായംകുളം മജ്ലിസിന്റെ സ്ഥാപകനാണ്. അവിടുന്ന് മരിക്കുന്നത് കൊല്ലം ടൗണിലെ ഹോസ്പിറ്റലിൽ വെച്ചാണ്. മരണവാർത്ത അറിഞ്ഞ ഉടൻ ഖാദിസിയിൽ നിന്ന് ആംബുലൻസ് കൊണ്ടു ചെല്ലാൻ ഒരുങ്ങുമ്പോ അപ്പോൾ ഡ്രൈവർ അവിടെ ഇല്ല. പെട്ടെന്ന് തിരയുമ്പോ ഡ്രൈവർ ഇല്ലാത്തത് കൊണ്ട് ഈ വിനീതൻ വാഹനമെടുത്ത് എവിടെയൊക്കെ സ്വിച്ച് ഇടണമെന്ന് അന്നേരം അറിയില്ല, വണ്ടി ഓടിക്കാൻ അറിയാം. ആ നിലക്ക് ടൗണിലേക്ക് പെട്ടെന്ന് ആംബുലൻസ് കൊണ്ടുവരികയും ഡ്രൈവർ അപ്പോഴേക്ക് ആശുപത്രിയിലെത്തുകയും ഉസ്താദിന്റെ അന്ത്യയാത്ര അല്ലെങ്കിൽ ആ മരണാനന്തര സമയത്ത് അവിടുത്തെ ഖബറിലേക്കുള്ള യാത്രക്ക് വേണ്ടി കായംകുളം വരെ കൊണ്ടുവരാൻ ആ ആംബുലൻസിൽ തന്നെ അവസരം ലഭിച്ചല്ലോ എന്നാലോചിച്ച് സമാധാനിക്കുകയുമാണ് ചെയ്തത്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട നദീറിന്റെ പിതാവിനോട് ചോദിക്കാനുള്ളത്. ആ നദീർ നിങ്ങൾക്ക് സമ്മാനിച്ച ബാക്കി പത്രം എന്താണ്? ഈ ഒരു ചെക്കൻ മരണപ്പെടുമ്പോൾ അവന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകൾ മുഴുവൻ പിതാവിനെ നോക്കുമ്പോ കരയുകയാണ്. ആ പരിശുദ്ധമായ ഒരു അന്ത്യം ആ നദീറിന് നൽകിയതിൽ വളരെയധികം സമാധാനിക്കുക. ബദറുദ്ദീൻ സാഹിബ് മാത്രമല്ല, മൈക്രോഫോണിലൂടെ ശബ്ദം കേൾക്കുന്ന അവന്റെ ഉമ്മയുണ്ടെങ്കിൽ, ഉമ്മ നിങ്ങളോട് എല്ലാ വിഷയത്തിനും അനുമതി ചോദിച്ച് സ്നേഹാർദ്രമായ മനസ്സോടെ ആ മാതാവിന്റെ കവിളിൽ ചുംബനം വെച്ച് ആദരവിന്റെ ചുംബനമർപ്പിച്ച് എല്ലാ വിഷയത്തിനും ഇറങ്ങിപ്പോകുന്ന നദീർ അന്ന് രാവിലെയും ഒരുപക്ഷെ അസ്മാബി കോളേജിലേക്ക് പോകാനൊരുങ്ങുമ്പോ SSF അവനെ വാർത്തെടുത്ത സാമൂഹികമായ സാംസ്കാരികമായ ഒരു മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ ആ ആദരവേറിയ ചുംബനം നൽകി അനുഗ്രഹിച്ച മകനെയായിരിക്കാം യഥാർത്ഥത്തിൽ ഉമ്മയ്ക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ ഉമ്മ സമാധാനിക്കുക, നാളെ ആഖിറത്തിൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ നിങ്ങളുടെ കൈപിടിച്ച് അവൻ കൂടെയുണ്ടാകും. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഉപരി ഉഖ്റവിയായ ദർജകൾ ഉയർത്തി അവസാനം ജന്നാത്തുൻ നഈമിൽ മരിക്കാത്ത ലോകത്ത് പുന്നാര റസൂലുള്ളാഹി തങ്ങളുടെ ചാരെ അവനും നമുക്കും ഒരുമിച്ച് കൂടി സന്തോഷിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, യാതൊരു കാരണവശാലും ആ മാതാപിതാക്കൾ വിഷമിക്കരുതെന്നാണ് അവരോട് നമുക്ക് ആദ്യം പറയാനുള്ളത്. ചെറിയ കുട്ടികൾ മരണപ്പെട്ടവരുണ്ടെങ്കിൽ അവര് സ്വർഗാവകാശികളാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. ചെറിയ പ്രായത്തിൽ പരിഞ്ഞുപോയ കുഞ്ഞുമക്കൾ നാളെ ആഖിറത്തിൽ അവര് സ്വർഗത്തിലേക്ക് പിടിക്കാനുണ്ടാകും. ഇവനും പാപക്കറയുടെ പ്രായപൂർത്തിക്ക് ശേഷമുള്ള തക്ലീഫിന്റെ പ്രായം വളരെ കൂടുതലൊന്നുമില്ലാതെ വളരെ വളരെ ചെറിയ പ്രായത്തിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. 15 വയസ്സാകുമ്പോ പ്രായപൂർത്തിയായെങ്കിൽ
5 വർഷക്കാലം മാത്രമാണ് അവന്റെ വിചാരണയ്ക്ക് വേദിയൊരുങ്ങുന്നത്. ഏറെക്കാലം ജീവിച്ച് ഒരുപാട് കാലത്തെ കണക്കുകൾ അള്ളാഹുവിന്റെ കോടതിയിൽ സമർപ്പിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ഭാഗ്യവാനായിട്ടാണ് ആ പ്രിയപ്പെട്ട നദീറിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ ഉമ്മയോടും ഉപ്പയോടും വല്ലാതെ സന്തോഷിക്കാനാണ്, വല്ലാതെ സമാധാനിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ കഴിയുന്നത്. ഈ അടുത്ത സമയത്ത് SSFന്റെ തന്നെ ഒരു കൂട്ടുകാരനായ കാരാത്തോട് അബ്ദുള്ളയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ സംബന്ധിച്ചു. ആ വേളയിൽ അവന്റെ പിതാവ് നമ്മുടെ ബദറുദ്ദീൻ സാഹിബിനെ പോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാവേദി പരിചയമുള്ളയാളല്ല. അതേസമയം ബദറുദ്ദീൻ സാഹിബിന് SYSന്റെയും SSFന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തന വീതിയെക്കുറിച്ച് നന്നായി അറിയുന്നയാളാണ്. അതേസമയം ആ അബ്ദുള്ളയുടെ ഭാര്യാപിതാവ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളായിരുന്നു. അതാ അവന്റെ ഖബറിന്റെ അടുക്കൽ സിയാറത്ത് ചെയ്ത് സദസ്സിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ കൈപിടിച്ചുകൊണ്ട് ആ മോശൻ പറയുകയാണ്, എനിക്ക് മരിച്ചപ്പോഴാണ് അബ്ദുള്ളയെ ശരിക്കും മനസ്സിലായത്. അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. യഥാർത്ഥത്തിൽ എന്തൊരു വലിയ ഭാഗ്യമാണ് എനിക്ക് മകളെ അവന് കെട്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ ആശ്വസിക്കുകയാണ്. എന്റെ മകൾ ഇപ്പോൾ വാടക വീട്ടിലാണ്, അവൾ വിധവയാണ്, അവളുടെ കയ്യിലിരിക്കുന്ന പിഞ്ചോമന കുഞ്ഞ് യതീമത്താണ്. പക്ഷേ അതൊന്നും എന്റെ മുന്നിൽ ഒരു പ്രശ്നമല്ല ഉസ്താദ്. ഞാൻ വല്ലാതെ അഭിമാനിക്കുന്നു, അവന്റെ കൂടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ അമ്മോശൻ പറഞ്ഞുവെങ്കിൽ ആ അബ്ദുള്ളയോടൊപ്പം ഒരു നദീറിനെയും നമുക്ക് സംഘടനാവേദിയിൽ ഈ പ്രാസ്ഥാനിക ലോകത്ത് നഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും ആ നഷ്ടം 1000 കുതിരശക്തിയോടെ പരിശുദ്ധ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഖിദ്മത്തെടുക്കാനും SSFന്റെ സംഘടനാവേദിയിൽ അണിനിരന്ന് സജീവമാകാനും ആയിരക്കണക്കിന് ആളുകളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പരമ്പരയായി നദീർ സൃഷ്ടിച്ച ധാർമ്മിക വിപ്ലവത്തിന്റെ ആ മഹത്തായ ശൈലി ആകിരണം ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇൻഷാ അല്ലാഹ് ആഖിറത്തിൽ വിജയികളായി മാറാൻ മാതാപിതാക്കളെ നിങ്ങളുടെ മകനിലൂടെ കഴിയുമെങ്കിൽ ഈ ഭാഗ്യം ഉമ്മക്ക് കിട്ടിയ, ഈ ഭാഗ്യം പിതാവിന് സമ്മാനിച്ച ആ നദീറിലൂടെ ഒരുപക്ഷേ നദീറിന്റെ വിയോഗത്തിലൂടെയും വല്ലാതെ സമാധാനിക്കാൻ നിങ്ങൾക്ക് വകയുണ്ടെന്ന് മനസ്സിലാക്കുക. എത്രയോ ചെറുപ്പക്കാർ ഞെട്ടറ്റ് വീഴുന്നു, എത്രയോ ആളുകൾ ആക്സിഡന്റിൽ മരിച്ചു വീഴുന്നു. അതേസമയം അവർക്കൊക്കെ പിന്നീട് സമാധാനിക്കാനുള്ള വാചകങ്ങളില്ലാതെ വരുമ്പോ വല്ലാത്തൊരാവേശത്തിൽ സംതൃപ്തിയോടെ പരിശുദ്ധ ദീനിനെ സംബന്ധിച്ച് സമാധാനത്തോടെ ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥാവിശേഷം അല്ലാഹു നിങ്ങൾക്ക് നൽകുകയാണ്. ഞാൻ ഓർത്തുപോകുന്നു, അതിൽ നദീറിനെ ഒന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവന്റെ കൂട്ടുകാരനിൽ നിന്ന് KSUവിന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവനോട് സംസാരിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നദീർ സംവദിച്ചത് ഇങ്ങനെയാണ്: ഓ സുഹൃത്തെ, നീ KSUവിന്റെ വലിയ ലീഡറാണെങ്കിലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ആത്മീയമായ ചാനൽ സൃഷ്ടിക്കുന്ന ഞങ്ങളുടെ സംഘടനാ സന്ദേശം ഉൾക്കൊണ്ട് SSFന്റെ പ്രവർത്തകനായി മാറണം. നിനക്കൊക്കെ നല്ല വ്യക്തിപരമായ കഴിവുകളുള്ളത് ദീനിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം. ആ സമയത്ത് ആ കൂട്ടുകാരൻ പറഞ്ഞു, നദീർ, നിന്റെ ക്ഷണം നിരസിക്കാൻ എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സില്ല. അതേസമയം ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനായി പോയല്ലോ എന്ന് പറയുമ്പോൾ രണ്ടാമത് നദീർ സംസാരിച്ചത്, ഓ കൂട്ടുകാരാ, നീ ഇന്ന് മരിച്ചു എന്ന് കരുതുക. മരിച്ചാൽ KSUവിന്റെ എത്ര പ്രവർത്തകരാണ്, അല്ലെങ്കിൽ SFI ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കോട്ടെ, റീത്തുകൾ സമർപ്പിച്ച് ആ ഖബറിന്റെ അടുക്കൽ നിന്ന് നിന്നെ യാത്രയാക്കിയ ഉടനെ അവർ പിരിയുകയാണ് ചെയ്യുക. എന്നാൽ ഞാൻ ഇന്ന് മരിച്ചാൽ SSFന്റെ എത്രയോ കൂട്ടുകാർ എനിക്ക് വേണ്ടി ദുആ ഇരക്കാനും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാനും അവരൊരുമിച്ച് കൂടുമെന്ന് പറഞ്ഞ നദീർ ചെറിയ കുട്ടിയാണ്. SSFന്റെ സംഘടനയുടെ കറാമത്ത് കൊണ്ട്
അവന് വരാൻ പോകുന്ന സംഭവം അവന്റെ നാവിലൂടെ സംസാരിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളുകളേറെയായില്ല, പ്രതീക്ഷിച്ചതുപോലെയല്ല. ഒരുപാട് കാലം കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ നദീർ വളരെ പെട്ടെന്ന് യാത്ര പറയുന്ന രംഗമാണ് ആ കൂട്ടുകാരന് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല, ആ കൂട്ടുകാരൻ പറയുന്നു, അവൻ പറഞ്ഞതുമാതിരി അല്ലെങ്കിൽ അവൻ പറഞ്ഞതിനേക്കാൾ ഉപരിയായി ഈ കയ്പമംഗലം പ്രദേശം മഹാനായ മർഹൂം കരീം ഹാജി നവ്വറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ട സൂഫി വര്യന്റെ നേതൃത്വം കൊണ്ട് അവര് 40 വർഷക്കാലം ഒരു വേതനവും പറ്റാതെ നിരന്തരമായി സേവനം ചെയ്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാഥേയത്തിലേക്ക് പാകപ്പെടുത്തിയ ഒരു നാട്ടിൽ സഹോദരങ്ങളെ, ധാരാളം ആളുകൾ ഇവിടുന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർ യാത്രയായിട്ടുണ്ട്. അതേസമയം ആ യാത്രയായ ആളുകൾക്കൊന്നുമില്ലാത്ത വലിയൊരു വ്യൂഹം ഇവന്റെ അനന്തര ചടങ്ങുകളിൽ സംബന്ധിക്കാനും അതുപോലെ ഈ കുടുംബത്തെ സമാശ്വസിപ്പിക്കാനും എത്തിയെങ്കിൽ നദീർ ഏറെക്കാലമൊന്നും ഇവിടെ പ്രവർത്തനപാതയിൽ വ്യക്തമായ മുദ്ര പതിപ്പിച്ചവരല്ല. 60 വർഷക്കാലം ഇവിടെ ജീവിച്ചവരല്ല. അതേസമയം ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിന്റെ വിശാലമായ വൃത്തത്തിനുമപ്പുറം ഒരു നല്ല പാകതയുള്ള ചിരിക്കുന്ന മകനായി, അനുജനായി, കൂട്ടുകാരനായി, ചെറിയ കുട്ടിയായി, SBS-കാർക്കൊരു നേതാവായി അവനിവിടെ വളർന്നു വന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നി ബാലസംഘം കൊണ്ട് പിച്ചവച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഖിദ്മത്തെടുക്കാൻ തുടങ്ങിയ ആ പ്രിയപ്പെട്ട നദീർ അതാ വളരെ വ്യക്തമായും ആ പ്രവർത്തനപാതയിൽ അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞ വാക്ക് അന്വർത്ഥമായി കാണുന്ന നിമിഷം ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മനസ്സാന്തരം വരികയാണ്. അയാൾ SSF-ന്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ചു, അഥവാ പ്രവർത്തകനായി മാറി. എന്ന് മാത്രമല്ല, ഈ ഡിവിഷനിൽ ഞാൻ സെക്രട്ടറി ഫഹദിനോട് അന്വേഷിച്ചപ്പോൾ പുതിയ യൂണിറ്റ് ആ കൂട്ടുകാരൻ സ്ഥാപിച്ച് നാട്ടിൽ പുതിയ SSF-ന്റെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കാൻ വരെ ആ നദീറിന്റെ ഒറ്റ വർത്തമാനം അന്വർത്ഥമായ സാഹചര്യം കണ്ടുകൊണ്ട് അനുഭവത്തിന്റെ ആ വെളിച്ചത്തിൽ ആ കൂട്ടുകാരൻ തയ്യാറായെങ്കിൽ, ഓ ബദറുദ്ദീൻ സാഹിബേ, ഇതിനേക്കാളും വലിയ ഭാഗ്യം എന്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്? പുന്നാര ഹബീബ് റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിലേക്ക്, ഹിദായത്തിലേക്ക് ഒരാളെങ്കിലും വരാൻ കാരണമായി പോയാൽ ദുനിയാവും ദുനിയാവിലുള്ള സർവ്വതിനേക്കാളും ഖൈറാണ് എന്ന് പ്രഖ്യാപിച്ച പുന്നാര ഹബീബിന്റെ സുവർണാധരങ്ങളിൽ നടന്നു വീണ ആ ഓഫർ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹയ് മുഖേന ഉള്ളതാണ്. ആ ഓഫറിൽ ഒരു തുകയും ഒരളവും കുറയുകയില്ല. അത്രയും വലിയ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ലേ? നിങ്ങളുടെ മകനതിന് കാരണക്കാരനായില്ലേ? തീർച്ചയായും സമാധാനിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ വളരെ ചുരുങ്ങിയ ജീവിത കാലഘട്ടത്തിനിടയിൽ അത്ഭുതമേറിയ നിരവധി അധ്യായങ്ങളാണ് നദീറിന്റെ ജീവിതത്തെ അല്പമൊന്ന് കേട്ടു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അവനിൽ ഒരു മാർഗദർശി ഉണ്ടായിരുന്നു എന്ന് നിരന്തരം അവന്റെ സംഭാഷണത്തിലും പ്രവർത്തനത്തിലും അവന്റെ പ്രായോഗിക തലത്തിലെ ജീവിത രീതികളിലും ഒരു മാർഗദർശി ഉണ്ടായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ മാർഗദർശിയെ കൂടുതൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതില്ല. അവന്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. അവൻ നാഴികക്ക് 40 വട്ടം ഉച്ചരിക്കുന്ന ഓ ഖാലിദ് എന്ന് പറയുന്ന മാതൃകായോഗ്യനായൊരു പ്രവർത്തകൻ. പ്രിയ സഹോദരങ്ങളെ, ഖാലിദിനെ അറിയാത്ത യുവാക്കൾ ഇസ്ലാമിക ദഅ്വാ രംഗത്തൊരു സംഘടനയിലും ഉണ്ടാവുകയില്ല. SSF-ൽ നിന്നല്ല, SYS-ൽ നിന്നല്ല, കേരളത്തിലെ മുസ്ലിം യുവാക്കളിൽ ബഹുഭൂരിഭാഗം ആളുകളും മാതൃകായോഗ്യനായ ഒരു പ്രവർത്തകനെ പരിചയപ്പെടുമ്പോൾ ഒരു ആലിമല്ല, ഒരു സയ്യിദല്ല. അതേസമയം ആലിമിനും സയ്യിദിനും വരെ മാതൃക ഉൾക്കൊള്ളാൻ പക്വമായൊരു ജീവിതത്തിന്റെ സ്ഫുടമായ അന്തരീക്ഷം കെട്ടിപ്പടുത്ത് വിജയതിലകമണിഞ്ഞ മാതൃകായോഗ്യമായൊരു പ്രവർത്തകൻ
ഒരു ഹുനൂദായ അവസ്ഥയിൽ, ശാശ്വതമായ അവസ്ഥയിൽ പ്രവർത്തക ഹൃദയങ്ങളിലും മാനസാന്തരങ്ങളിലും ഇന്നും ജീവിക്കുന്ന ഓ ഖാലിദ് എന്ന് പറയുന്ന പ്രസ്ഥാനമായി വളർന്ന പ്രവർത്തകൻ. ആ ഖാലിദിനെയായിരുന്നു നദീറിന് പ്രവർത്തന ഗോതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ. ആ ഖാലിദിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുമായിരുന്നു. നസ്രുദ്ദീൻ ദാരിമിയുടെ സംഭാഷണത്തിൽ ഒരു മഹാനായ പണ്ഡിതന്റെ മകൻ കൂടിയാണ് അദ്ദേഹം എന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ നാവിലൂടെ വന്നു, എനിക്ക് തോന്നുന്നത് ഒരു കൊച്ചു ഓ ഖാലിദാണെന്നാണ്. അല്ലല്ല, ഓ ഖാലിദിനെ നിഴൽ പോലെ പിന്തുടർന്നൊരു പ്രവർത്തകൻ തന്നെയാണ് നദീർ എന്ന് നമുക്ക് വായിച്ചെടുക്കാം സഹോദരങ്ങളെ. ഖാലിദിനെ കുറിച്ച് അവന് പറയാൻ 1000 വർത്തമാനങ്ങളായിരുന്നു ഉണ്ടായത്. ഖാലിദിനെ പോലെയാകണം എന്നെപ്പോഴും പറയുമായിരുന്നു. ഗൾഫിലേക്ക് പോയ ഉപ്പ മകനെ കാണാൻ വേണ്ടി വിളിച്ചു വരുത്തി സന്തോഷിക്കാനും വിശ്രമിക്കാനും കൊടുത്ത ടൈമിൽ പോലും നാട്ടിലെ SSFന്റെ പ്രവർത്തനത്തിന് വേണ്ടി അവിടെ ചുരുങ്ങിയ ആളുകളോട്, നാട്ടുകാരോട്, നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ കുറെ സാമ്പത്തിക ബാധ്യത നമ്മുടെ യൂണിറ്റിന് വന്നുപോയിട്ടുണ്ട്, അത് നിവർത്തിത്തരണം എന്ന് പറഞ്ഞ് ആ സമയത്ത് പോലും പ്രവർത്തന ഗോതയിൽ വിശ്രമിക്കാത്തൊരു കൂട്ടുകാരനെയാണ് നദീറിലൂടെ കാണാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ, ഖാലിദും ഗൾഫിലേക്ക് പോയപ്പോൾ ഖാലിദിന്റെ പ്രവർത്തനം അവസാനിച്ചു എന്നല്ല, കൂടുതൽ കരുത്തോടെ ഖാലിദ് അവിടെയും പ്രവർത്തിക്കുകയാണ്. ഖാലിദ് ഗൾഫിൽ നിന്ന് വരുമ്പോ ആദ്യം കയറിയത് സംഘടനയുടെ ഓഫീസിലാണ്. ഓഫീസിൽ കയറി അന്ന് ഫാക്സ് മെഷീൻ ഇല്ലാതിരുന്ന ഓഫീസിൽ അതിനുള്ള മെഷീൻ കൊണ്ട് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഖാലിദിനെ ഈ ലോകത്തു നിന്ന് വിട പറയിപ്പിച്ച മരണം എന്ന പ്രതിഭാസം ആ പ്രിയപ്പെട്ട ഓ ഖാലിദിനെ തേടിയെത്തിയത്. പ്രിയ സഹോദരങ്ങളെ, ആ ഖാലിദുമായി 10 മിനിറ്റ് നേരം ഒന്നടുത്ത് കിടന്ന് സംഭാഷണം നിർവഹിക്കാൻ ഒരു ക്യാമ്പിൽ, നിശാ ക്യാമ്പിൽ, മാഹിക്കടുത്ത് വെച്ച് നടന്ന ഒരു ക്യാമ്പിൽ വെച്ച് ഈ വിനീതൻ അവസരം ലഭിച്ചു. പക്ഷേ ആ 10 മിനിറ്റിൽ ഓ ഖാലിദിനെ മുഴുവനും മനസ്സിലാക്കാൻ പറ്റിയ വളരെ സുന്ദരമായ ഉപദേശ നിർദ്ദേശങ്ങളും തെക്കൻ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന വ്യാപനത്തിന് ആസൂത്രിതമായ അനുഗ്രഹീതമായ പാതകളും വരച്ചു കാട്ടുന്നതിൽ വല്ലാതെ സ്വാധീനം ചെലുത്തിയ ഒരാളായി എനിക്ക് ഖാലിദിനെ അനുഭവപ്പെടുകയുണ്ടായി. ആ ഖാലിദിനെ മാതൃകയാക്കിയ നദീർ അവിടെ പോയി അവന്റെ പ്രായത്തിനനുസരിച്ച്, അവന്റെ പ്രവർത്തനത്തിനനുസരിച്ച് അല്ല, ഒരു പടി കൂടി മുന്നോട്ട് കയറി നാട്ടിലെ സുന്നി പ്രവർത്തനത്തിന് ആശ്വാസം പകരാൻ അവൻ ആ ഗൾഫിൽ പോയ ചെറിയ കിട്ടിയ സമയം പോലും ഉപയോഗിച്ചു. അതുകൊണ്ട് അവൻ ഓ ഖാലിദിന്റെ അനുയായിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, ഫഹദിനോട് ചോദിച്ചപ്പോ സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട് പ്രതിഭകളായ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ സമ്മാനം കൊടുക്കുന്നത് ഓ ഖാലിദിന്റെ പുസ്തകം തന്നെ ആയിരിക്കണം. ഓർമ്മകളിലെ ഓ ഖാലിദ് എന്ന പേരിൽ നിരവധി എഡിഷനുകളിലായി ഈ പ്രസ്ഥാനം നെഞ്ചിലേറ്റിയ ആ പുസ്തകം തന്നെ ഈ വിജയികൾക്ക് നൽകണമെന്ന അവന്റെ നിർബന്ധം മാത്രം കാരണത്താൽ ഞങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നത് കുറെ വൈകിക്കേണ്ടി വന്നു എന്ന് ഫഹദ് എന്നോട് സംസാരിക്കുകയുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ച് ജീവിതം മുഴുവൻ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന് കാഴ്ചവെക്കാൻ കഴിയുന്ന അധ്യായങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടെ അവസാനിപ്പിച്ച് അതാ പരലോകത്തേക്ക് യാത്രയായ ആ ഓ ഖാലിദിനെ മഹാന്മാരായ പണ്ഡിത നേതൃത്വം പോലും വളരെ വ്യക്തമായി പരിചയപ്പെടുത്തുകയാണ്. മഹാനായ ശൈഖുനാ നൂറുൽ ഉലമാ എം.എ. ഉസ്താദ് ഓ ഖാലിദിന്റെ അടുത്ത പതിപ്പ് പുറത്തിറക്കുന്ന വേദിയിൽ, അവന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട വേദിയിൽ ഈ വിനീതനായ സാധുവായ ഞാനും കണ്ണൂരിലെ ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, എനിക്കും അഥവാ എന്നെ പോലെയുള്ള പണ്ഡിതന്മാർക്കും ഓ ഖാലിദിൽ മാതൃകയുണ്ട് മക്കളെ. ആരാണ് പറയുന്നത്? ഇരുത്തം വന്നൊരു പണ്ഡിത നേതൃത്വം. വളരെ വ്യക്തമായും ഈ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത് മദ്രസ പ്രസ്ഥാനം എന്ന അത്ഭുതത്തിന് നന്ദി കുറിച്ച, ഇന്ന്
ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക ആലിമാണ് മഹാനായ MA ഉസ്താദ് അവറുകൾ. മദ്രസാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ്. ആ മഹാനുഭാവൻ ജീവിക്കാൻ പലപ്പോഴും ഭൗതിക സൗകര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ മറന്നുപോയി എന്ന അനുഭവം എനിക്ക് പങ്കിടാനുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഒരു വേള തീരെ സുഖമില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ കാണാൻ അവിടുത്തെ അടുത്തേക്ക് പോയി. അപ്പോൾ മകന്റെ അടുക്ക ചെന്നപ്പോൾ മകൻ പറഞ്ഞു, അപ്പുറത്ത് സഹോദരിയുടെ വീട്ടിലാണ് ഉപ്പയുള്ളത്. ഞാൻ ചോദിച്ചു, എന്തേ ഈ വീട്ടിലില്ലാതെ അപ്പുറത്തേക്ക് മാറിയിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ, സഖാഫി, അതൊരു രഹസ്യമാണ്. ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂം ഉപ്പാക്കി സുഖമില്ലാതെ വരുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടി വരുമെന്ന ഒരു കണക്കുകൂട്ടൽ നമുക്ക് പിഴച്ചുപോയി. ഉപ്പയും അത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് അതിന് സൗകര്യമുള്ള മകളുടെ വീട്ടിലേക്ക് താമസം മാറ്റിയതെന്ന് പറയുമ്പോ കോടിക്കണക്കിന് രൂപകൾ അവിടുത്തെ പവിത്രധന്യമായ കരങ്ങളിലിട്ട് ഈ സമുദായത്തിന്റെ പൊതുസമ്പത്താക്കിയ ജാമിയ സഅദിയ എന്ന ആ രംഗത്തുള്ള ആദ്യത്തെ സ്ഥാപനത്തിന് സേവന നിരതമായ പാത വെട്ടിത്തെളിയിച്ച ദിഷണാശാലിയും വലിയ ആലിമുമായ നൂറുൽ ഉലമ എന്ന അമരനാമത്തിൽ അറിയപ്പെടുന്ന ആ മഹാനുഭാവൻ അതാ ദീനീ സേവന രംഗത്തെ തിരക്കിനിടയിൽ തന്റെ വീട്ടിലേക്ക് തീരെ സുഖമില്ലാത്തൊരവസ്ഥയിൽ പോകുമ്പോ ഇത്തരമൊരു അത്യാവശ്യ ഘട്ടം നേരിടാനുണ്ടെന്ന ചിന്ത പോലും അവർക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. നാം മനസ്സിലാക്കണം, ധാരാളം ശിഷ്യന്മാര് വളരെ സമ്പന്നരായ ആളുകളുണ്ട്. മുതഅല്ലിമുകൾ അറിഞ്ഞാൽ തന്നെ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാനേ ഉള്ളൂ. അതുകൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്നല്ല അതിൽ അർത്ഥമാക്കേണ്ടത്. അത് മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അവിടത്തേക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അതേസമയം എന്റെ അനുഭവം ഞാൻ വരച്ചു കാട്ടിയതാണ്. ആ മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദ് ജാടകളൊന്നുമില്ലാതെ പരിശുദ്ധ ഇസ്ലാമിക നേതൃരംഗത്ത് ദിഷണാ വൈഭവം കൊണ്ട് ഇന്നും കിടയറ്റ നേതൃത്വമായി നിലകൊള്ളുന്ന ജാമിയ സഅദിയ അറബിയയുടെ തലപ്പത്തും ഓൾ ഇന്ത്യ മുസ്ലിം വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാനും ഒക്കെയായി ഇന്ന് നിലകൊള്ളുന്ന മഹാനുഭാവൻ അവര് പറയുന്നു, മരിച്ചുപോയ SSFന്റെ പ്രവർത്തകനായ ഓ ഖാലിദിൽ എനിക്കും മാതൃകയുണ്ട്. അതുപോലെ നദീറിൽ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ധാരാളം ആലിമീങ്ങൾ സംസാരിക്കുന്നു, കാരണവന്മാര് സംസാരിക്കുന്നു, നാട്ടുകാര് സംസാരിക്കുന്നു. എല്ലാവരും SSFകാരും SYSകാരും ഒന്നുമല്ല. എല്ലാവരും പറയുന്നു, ആ നദീറിൽ ഞങ്ങൾക്കൊക്കെ മാതൃകയുണ്ട്. ആ നദീറിന്റെ പ്രത്യേകമായ ആ വല്ലാത്ത വൈശിഷ്ട്യമുള്ള ആ പോക്ക് തീർച്ചയായും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അമുസ്ലിം സുഹൃത്തുക്കളായ ആളുകൾക്ക്, അവനെ പഠിപ്പിച്ച അധ്യാപകർക്ക്, അവനുമായി ബന്ധപ്പെട്ട സർവ്വ വസ്തുക്കൾക്കും വല്ലാത്തൊരനുഭൂതിയാണ് അവന്റെ ജീവിതത്തിൽ അവന് സമ്മാനിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖാലിദിനെ പോലെ മരിക്കണമെന്ന് ആഗ്രഹിച്ച ആ പ്രിയപ്പെട്ട നദീർ യഥാർത്ഥത്തിൽ ഖാലിദിനെ പോലെ തന്നെയാണ് യാത്രയായത്. അപകട മരണത്തിൽ ആശ്വസിക്കുകയല്ല, അതെടുത്ത് വല്ലാതെ പുകഴ്ത്തി പറയുകയല്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേസമയം വളരെ പെട്ടെന്നുള്ള മരണത്തിലേക്ക് അതാ എടുത്തെറിയപ്പെട്ട ഖാലിദിന്റെ ജീവിതം പോലെ ഒരുപാട് സ്വപ്നങ്ങളുമായി ഭാര്യ ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താവിനെ കാത്ത് വീട്ടിലിരിക്കുന്ന ടൈം, സംഘടനയുടെ ഓഫീസിൽ കയറി ദീനീപരമായ ദൗത്യവും ഏൽപ്പിച്ച് അതിന്റെ ഹക്കിടപാടുകളും പൂർത്തിയാക്കി പോകുന്ന വേളയിലാണ് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഓ ഖാലിദ് ലോകത്തോട് വിട പറയുന്നത്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ നദീർ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയ മാതാപിതാക്കൾക്കും, മാതാപിതാക്കളെക്കാളും പ്രതീക്ഷ വെച്ചു പുലർത്തിയ SSFകാർക്കും, അതുപോലെ നാട്ടുകാർക്കും എല്ലാവർക്കും ദുഃഖം സമ്മാനിച്ചുകൊണ്ടാണ് ഒരു മൂകമായ അന്തരീക്ഷം നേരത്തെ ഓതിയ ഗാനത്തിൽ പറഞ്ഞതുപോലെ അത് തളം കെട്ടി നിർത്തിയാണ് അവൻ യാത്രയായതെങ്കിലും ആഗ്രഹിച്ചതുപോലെ ആ ചൈതന്യം നിലനിർത്തി അൽ ഇസാബയുടെ ഊരും ചുവയും അവന്റെ മനസ്സിൽ നിന്ന് മാറുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ സഹോദരങ്ങളെ,
വളരെ കൂടുതൽ ഉപകാരമുള്ള ആളുകൾ, ഉപകാരത്തിലൂടെ വളരെയധികം അനുഗ്രഹീതമായ ആളുകൾ, അവരെ പെട്ടെന്ന് അല്ലാഹു തആല അങ്ങ് വിളിക്കുമോ എന്ന് പോലും തോന്നിപ്പോകത്തക്ക രീതിയിൽ മരണപ്പെട്ടു പോയ SSFകാരെയും SYSകാരെയും കുറിച്ച് അനുസ്മരണവുമായി ബന്ധപ്പെട്ട് അടുത്തു ചെന്നറിയുമ്പോ വല്ലാത്ത അത്ഭുതമാണ് നമുക്ക് തോന്നുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ ഒരുപാട് കാലം ജീവിക്കുന്നത് വലിയൊരു അനുഗ്രഹമൊന്നുമല്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. വല്ലാതെ നീണ്ട കാലയളവ് അതൊന്ന് ഒഴിഞ്ഞു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബക്കാർ, ആ ഒരവസ്ഥയിലേക്ക് ചിലർ പരീക്ഷിക്കപ്പെടും. അതേസമയം ജീവസുറ്റ നേതൃത്വം എത്രയോ കാലം ജീവിച്ചിരിക്കണമെന്ന് വല്ലാത്ത കൊതിയുണ്ടാകും. ഉദാഹരണത്തിന് മഹാനായ താജുൽ ഉലമ ഉള്ളാള് തങ്ങളുടെ ആഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടി ലോകം മുഴുവൻ ഇന്നും ദുആയിരക്കുകയാണ്. തങ്ങളുടെ സംഭാഷണമോ, എനിക്ക് നിങ്ങൾ ഇനി ദീർഘായുസിനൊന്നും ദ്വാരക്കണ്ട, എനിക്ക് ഇൽമൊന്ന് ലംഘി പ്രകാശിച്ച് പ്രഭാപൂരിതമായ ഹൃത്തടത്തിന്റെ ആ അനുരണനം ആസ്വദിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്രയാകണം. തങ്ങൾ പാപ്പ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ താജുൽ ഉലമ ലോകത്തിന്റെ ഒരു തണലായതുകൊണ്ട് ആ തണല് നീങ്ങിയാൽ നാം തീർത്തും അനാഥരാകുമെന്നതുകൊണ്ട് നാം എല്ലാവരും എല്ലാ സമയത്തും അവിടുത്തെ ദീർഘായുസിന് വേണ്ടി ശൈഖുനാ താജുൽ ഉലമായുടെ, അതുപോലെ മഹാന്മാരായ നമ്മുടെ നേതാക്കളുടെ ആഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടി ദുആയിരക്കുകയാണ്. സഹോദരങ്ങളെ, ആ കിട്ടുന്ന ഭാഗ്യം എല്ലാവർക്കും ലഭിക്കുന്നതല്ല. അബൂ ശുജാ തങ്ങളെന്ന മഹാൻ അതാ റൗദ ഷരീഫിൽ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആ വാതിലിന്റെ മേലെയുള്ള ഗ്രില്ലിലൂടെ നോക്കിയാൽ മമ്പുറം തങ്ങളുടെ മഖാമിന്റെ മേലെ ഉയർത്തപ്പെട്ടതുപോലെ ഒരു വലിയ കെട്ടിന്റെ അഗ്രഭാഗം നമുക്ക് കാണാം. സൂക്ഷിച്ചു നോക്കുന്നവർക്ക് അവിടെ നിന്ന് നന്നായി ദൃശ്യമാകും. അബൂ ശുജാ തങ്ങളെന്ന് പറയുന്ന അവിടെ മുഅദ്ദിനായിരുന്ന, മസ്ജിദുൻ നബവിയുടെ ഖാദിമായിരുന്ന അവിടുത്തെ റൗദ ഷരീഫ് ഒന്ന് ക്ലീൻ ചെയ്യാൻ എനിക്ക് അവസരം തരണമെന്ന് അല്ലാഹുവിനോട് ദുആയിരുന്നു. യാ ഇജാബത്തുള്ള ദുആയിക്ക് പ്രസിദ്ധമായ മഹാൻ എനിക്കതിന് ആയുസ് കൂട്ടിത്തരണമെന്ന് ദുആയിരുന്നു. ഏതാണ്ട് 150-ലധികം 160ഓളം വയസ്സ് ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത മഹാനാണ്. ആ മഹാനുഭാവൻ അവസാനം ഒരു ദുആയിരുന്നു, എനിക്ക് ഈ റൗദ ഷരീഫിൽ തന്നെ അടങ്ങണം. ആ ആഗ്രഹവും സാധിച്ചു കിട്ടിയ മഹാനാണ് കേട്ടോ. അവര് അവിടെ ജീവിച്ചിരിക്കുമ്പോ അവർക്ക് ദീർഘായുസിന് കൊതിച്ചു ദുആയിരക്കുന്നത് എന്തിനാ? പുന്നാര ഹബീബിന്റെ തിരുറൗദ അൽ ഖബറു ശരീഫ്. ആ മഹാനായ അബൂ ശുജാ തങ്ങള് ക്ലീൻ ചെയ്യുന്ന ജോലിയാണ് ഏറ്റെടുത്തത് കേട്ടോ. ആ ക്ലീനിങ് എങ്ങനെയായിരുന്നെന്നറിയുമോ? ചൂല് വെച്ച് തൂത്തതല്ല, ഖബറിന്റെ പുറത്തെ പൊടി ഒരു തുണി വെച്ച് തൂത്തെടുത്തതല്ല. അവിടുത്തെ താടി നീട്ടി വളർത്തിയിട്ട് ആ താടി രോമം കൊണ്ടാണ് റസൂലുള്ളാഹിന്റെ പുണ്യ റൗദ ഷരീഫിലെ അൽ ഖബറു ശരീഫ് എന്ന പുന്നാര ഹബീബിന്റെ വിശ്രമ സ്ഥലത്തിന്റെ കെട്ട് ക്ലീൻ ചെയ്തതെങ്കിൽ ആ അബൂ ശുജാ തങ്ങൾക്കല്ലേ ഭാഗ്യം കിട്ടേണ്ടത്. അല്ലാഹു കൊടുത്തത് നോക്ക്. ദീർഘായുസ് അവർക്കൊക്കെ സ്വർഗത്തിലേക്കുള്ള പടികൾ മുന്നോട്ട് കയറാൻ പാകപ്പെടുത്തിയതാണ്. അതേസമയം എല്ലാവർക്കും അത് ഖൈറല്ല. ഒരുപാട് ആളുകൾ അതാ കട്ടിലൊഴിയാതെ വിഷമിച്ച് കിടക്കുന്നവർ, ആരോഗ്യം നശിച്ച് മാനസികമായി വിങ്ങിപ്പൊട്ടുന്നവർ, മക്കൾ തലതിരിഞ്ഞു പോയിട്ട് അതിന്റെ ഗതികേട് അനുഭവിച്ച് അതാ മിണ്ടാതിരിക്കാൻ വിധിക്കപ്പെട്ടവർ, ശൗര്യവും ഊർജവും ചെലവഴിച്ച സമയത്തൊക്കെ ആണത്വത്തോടെ നിന്നിരുന്ന ഇന്നലകളെ ഓർമ്മിക്കാൻ മാത്രം ഗതികേടിലേക്ക് മാറിപ്പോയി വയോജനങ്ങളെ ഇടുന്ന വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ബോർഡിങ്ങിലെ പോലെ അഡ്മിറ്റ് ചെയ്ത് ഗൾഫിലേക്ക് പറന്ന മക്കൾ,
ഇങ്ങനെ എത്ര അനുഭവങ്ങളാണ് ചില ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. ആ നിലക്ക് നദീർ എന്ന ചെറുപ്പക്കാരൻ 20 ആ യുവത്വ ദശയിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് പോകുകയാണ്. ഞാൻ ഓർത്തു പോകുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൽ ഇസാബയുടെ മീറ്റിംഗ് നടന്ന സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കേവലം 15 വർഷക്കാലം കൊണ്ട് അത്ഭുതകരമായ മുന്നേറ്റം നടത്തിയ മഹാൻ അവരാണ്. യഥാർത്ഥത്തിൽ 33 വയസ്സ് പ്രായത്തിൽ ഇവിടുന്ന് പിരിയുമ്പോൾ ആ പിരിയുന്ന ബഹുമാനപ്പെട്ടവർക്ക് 18 വർഷക്കാലത്തെ ജീവിതമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞതെങ്കിൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റി നിർത്തിയിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും പൂർണ്ണത കാണാൻ കഴിയുമോ? ആ മുആദ് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് അവിടുത്തെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല അവസ്ഥയിൽ നിന്ന് എനിക്ക് യമനിലെ ഗവർണർഷിപ്പിന് പോകാൻ മനസ്സ് വരുന്നില്ല നബിയേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അതാ വളരെ വ്യക്തമായി ഈ ഉപദേശമാണ് അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് വെച്ചു കൊടുത്തത്. ആഗ്രഹിച്ചതുപോലെ റൗദ ശരീഫിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും നദീറിനെ സംബന്ധിച്ച് അതും വിഷമിക്കേണ്ടതില്ല. മാതാപിതാക്കൾ സമാധാനിക്കുക. പിതാവിനെ അവിടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെന്ന് ബേജാറ് വേണ്ട. പൊന്നാര ഹബീബ് റസൂലുള്ളാഹി പറയുന്നു, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും തുഅറദു അലയ്യ അഅമാലുക്കും. നിങ്ങളുടെ അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഖൈർ തന്നെയാണ്. ഞാൻ മരിച്ചു എന്ന് കരുതി റൗദാ ശരീഫിൽ വിശ്രമിക്കാൻ പോകുന്ന റസൂലുള്ളാഹി പറയുന്നു, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു ഖൈർ ചെയ്താൽ ഇൻവജത്തുമിങ്കും ഖൈറാ ഫഹമിത്തുല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കും. അതേസമയം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപോയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും എന്റെ മരണശേഷവും ഖൈർ തന്നെയാണെന്ന് പുന്നാര റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നബി തങ്ങളുടെ ആശീർവാദവും അംഗീകാരവും ലഭിക്കാൻ നദീറിന് പാകപ്പെട്ടു കിട്ടിയെങ്കിൽ റൗദാ ശരീഫിന്റെ ചാരത്തെത്താത്ത വിഷമം നാളെ ആഖിറത്തിൽ പുന്നാര ഹബീബിനെ കാണുമ്പോൾ അത് നികത്താൻ കഴിയുമെന്ന് പിതാവിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂടുതലായി നീട്ടിപ്പറയുന്നില്ല. നദീറിനെ ഈ നാട്ടിൽ വന്ന് പരിചയപ്പെടുത്താൻ കൊല്ലം മുഹമ്മദ് കുഞ്ഞ് സഖാഫിയുടെ ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ദൈനംദിന ചലനങ്ങളിലെമ്പാടും നദീർ എപ്പോഴും ഭാഗഭാക്കായി നിന്നവനാണ്. അവനെക്കുറിച്ച് 1000 നാവോടെ ഞാൻ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ സമർത്ഥമായി സമഗ്രമായി പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഈ സദസ്സ് തന്നെ തെളിയിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു സംഘടനാ പ്രവർത്തകനാകാൻ എപ്പോഴും ശ്രദ്ധിച്ച നദീറിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നാണ് എന്റെ കൂട്ടുകാരായ അനുജന്മാരോട് പറയാനുള്ളത്. 5 വർഷം മുമ്പ് SBS-ലാണ് അവൻ പ്രവർത്തിച്ചതെങ്കിൽ 1.5 വർഷക്കാലം SSF-ൽ സജീവമായി പ്രവർത്തിച്ചുവെങ്കിൽ ജീവിതം മുഴുവൻ അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് മാറ്റിവെക്കാൻ പക്വമായ നിലക്ക് അവനെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പിതാക്കൾക്കും എല്ലാ മാതാക്കൾക്കും ഈ ഭാഗ്യം കൊടുക്കണമെന്നില്ല. അതുകൊണ്ട് റബ്ബിനെ സ്തുതിച്ചോളൂ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്തോളൂ. ഒരു കാരണവശാലും വേദനിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ആ പരിശുദ്ധമായ പ്രവർത്തന രംഗത്ത് നിലകൊള്ളുമ്പോൾ തന്നെ അവനോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും സ്നേഹത്തിന്റെയും അതുപോലെ സഹിഷ്ണുതയുടെയും സന്തോഷ പ്രകടനത്തിന്റെയും ഈ ആ
വലയത്തിൽ ഒതുക്കിയെടുക്കാൻ, ഈ സമൂഹത്തെ ആ നിലക്ക് കൊണ്ടുവരാൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. പ്രിയ സഹോദരങ്ങളെ, അവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തു നിന്ന് വിട പറയുന്നതിന് തൊട്ടു മുമ്പുണ്ടായ ഒരുപാട് സംഭാഷണങ്ങളും ഒരുപാട് ചലനങ്ങളും നദീറിന് ഒരുപാട് കാലം നമുക്ക് ദുനിയാവിൽ കിട്ടില്ലെന്ന് അവൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ മനസ്സിലാക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ അതിന്റെ പ്രവർത്തനത്തിന് ഹയാത്തിലും മൗത്തിലുമെല്ലാം വലിയ പിന്തുണയായി നദീർ എന്ന അനുജൻ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആയിരക്കാം. 5 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ സ്വാഭാവിക മനുഷ്യ ജീവിതത്തിന്റെ ഏതെങ്കിലും തീരങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകുറ്റങ്ങൾ അവന്റെ ഭാഗത്തു നിന്ന് വന്നെങ്കിൽ ഒന്നും വരാനിടയില്ലെന്ന് ആശ്വസിക്കാം. എന്നാലും 5 വർഷത്തെ മനുഷ്യ സഹജമായ യാത്രയിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന സർവ തെറ്റുകുറ്റങ്ങളും അർഹമുർ-റഹീമായ റബ്ബേ, നിന്റെ ദീനിന് വേണ്ടി സമർപ്പിതമായ നിരവധി മഹാന്മാരായ സഹാബത്തിനെ ഓർത്തുകൊണ്ട് പരിശുദ്ധരായ ഔലിയാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിന്റെ ദീനിന് വേണ്ടി ദീനിന്റെ ഇസ്തിഖാമത്തിലായി വളരെ വ്യക്തമായി ഇവിടെ നിന്ന് പ്രവർത്തിച്ച ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്, അനുജന് അതെല്ലാം നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ. നേരത്തെയും അവന്റെ പ്രത്യേകമായ ആ സങ്കടഗാനം അല്ലെങ്കിൽ പിരിഞ്ഞുപോയ ആ കൂട്ടുകാരന് സമർപ്പിക്കാനുള്ള ശബ്ദം ഒരു ഗാനരൂപത്തിൽ പുറത്തു വന്നപ്പോൾ അതിലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു, ഇഗ്ഫിർഹു, അവന് പുറത്തു കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കങ്ങനെ തന്നെ ദുആയിരക്കാം. ഏതായിരുന്നാലും ഉമ്മയോട് നമുക്ക് പറയാനുള്ളത്, ഉമ്മ ഒരു കാരണവശാലും വിഷമിക്കണ്ട. എനിക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അതാ കരുനാഗപ്പള്ളി സെക്ടറിൽ ഉണ്ടായിരുന്ന 9ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ആ ചെറിയ വിദ്യാഭ്യാസം മാത്രമുള്ള കുട്ടി. ആ കുട്ടി മരിക്കുമ്പോൾ ഞാനന്ന് SSFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞു, എനിക്ക് ആ സംഭവം ശരിക്കും ഓർമ്മയിലില്ല. എന്നാലും ഞാൻ ഓർത്തു പോകുന്നത്, അവന്റെ ജനാസ ഖബറടക്കിയിട്ട് തിരിച്ച് അവന്റെ മാതാപിതാക്കളെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ വേണ്ടി ആ വീടിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു ചെറ്റക്കുടിലാൻ, പക്ഷേ ഒരു SSFകാരന്റെ ചൈതന്യവും സൗന്ദര്യവും ആ വീടിന്റെ പെയിന്റിൽ പോലും വ്യക്തമായി കാണാം. പലക വെച്ചടിച്ചുകൂട്ടിയ സൈഡ് ഭിത്തിയുള്ള ആ പ്രത്യേകമായ വീട്, ഒരു ചെറിയ സൗകര്യം മാത്രമുള്ള വീട്, ഒരു കട്ടിലും ഒരു കസേരയും അവന് കിടക്കാനും അവന്റെ അടുക്കൽ വരുന്ന ആളുകൾക്ക് ഇരിക്കാനും മാത്രമായി ആ ഉമ്മയും ഉപ്പയും നീക്കി വെച്ചിട്ടുണ്ട് ആ വീട്ടിൽ. ആ വീടിന്റെ മുറ്റത്ത് ചെന്ന് ഉപ്പാനെ കണ്ട് സമാശ്വസിപ്പിക്കാനെത്തിയപ്പോൾ ഉപ്പ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അവൻ എന്റെ മകൻ എത്ര വലിയ ഭാഗ്യവാനാണ്, ആരോരും അത്ര കൂടുതൽ സുഹൃത്തുക്കൾ വലയങ്ങൾ കൂടുതലില്ല, ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ച് വ്യക്തിപരമായി അവന്റെ വൈശിഷ്ട്യം തെളിയിക്കാൻ ഭൗതിക ലോകത്തൊരവസരവും അവന് ലഭിച്ചില്ല. പക്ഷേ അവനൊന്ന് ചെയ്തു, നല്ല വൃത്തിയായ ലിഖിതത്തിൽ SSFന്റെ ബുള്ളറ്റിനെഴുതി പുറത്തേക്ക് പോലും ചില സമയത്ത് ഇറങ്ങാൻ കഴിയാത്ത അസുഖത്തിന്റെ ഉടമയായ ആ അബ്ദുൽ അസീസ് കൂട്ടുകാരുടെ കയ്യിൽ കൃത്യമായി കൊടുത്ത് ജംഗ്ഷനിൽ അത് പതിപ്പിക്കാനുള്ള ദഅ്വാ പ്രവർത്തനത്തിൽ അവന് സജീവമായി. അതിന്റെ ബറക്കത്ത് കൊണ്ട്, SSFന് പ്രവർത്തിച്ച ബറക്കത്ത് കൊണ്ട് 19 വയസ്സുകാരനായ എന്റെ അബ്ദുൽ അസീസ് 4 കൊല്ലക്കാലം അവന്റെ ജീവിതത്തിന് വിചാരണ ആഖിറത്തിലുണ്ടെങ്കിൽ അവിടെ രക്ഷപ്പെടാൻ ഈ ഒരു പ്രവർത്തനം മതിയല്ലോ, അവനൊരു SSFകാരനായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പിതാവ് കണ്ണുനീര് പൊഴിച്ച പിതാവ് തുടച്ചുമാറ്റി സമാശ്വസിക്കുമ്പോ, ഉമ്മാനെ വിളിച്ച കഥകിന് മറവിൽ നിർത്തിയിട്ട് ഉമ്മാനോട് ഞങ്ങൾ ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോ ഒരു ദീർഘനിശ്വാസം പോലെ ആശ്വാസത്തിന്റെ തെളിനീരിന്റെ മൂളൽ വന്നിട്ട് പറയുന്നു,
അവൻ കഴിഞ്ഞയാഴ്ച ഇവിടം മുഴുവൻ വൃത്തിയാക്കിയപ്പോൾ അവനിവിടെ കടപ്പുറത്ത് നിന്ന് കുറച്ച് വെള്ള മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഇടാൻ നിർദ്ദേശം നൽകിയപ്പോൾ, എന്തിനാ മോനെ ഇത്ര വലിയ ഒരുക്കങ്ങളൊക്കെ, നിന്റെ കല്യാണം വല്ലതുമായോ? ആ സമയത്ത് ആ മകൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഉമ്മ, എപ്പോഴെങ്കിലും പെട്ടെന്ന് ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ ഉമ്മാന്റെ കരങ്ങളിൽ എന്നെ എടുത്തു വെക്കാൻ ഇടവന്നാൽ എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി. അവനെ ആവശ്യമില്ലാത്തത് പറയാതെടാ എന്ന് പറഞ്ഞവന്റെ ചുണ്ടിനെ അമർത്തിപ്പിടിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അവൻ പറഞ്ഞ വാക്കുകൾ അള്ളാഹു അവനെ കൊണ്ട് പറയിപ്പിച്ച എന്റെ പൊന്നുമോന്റെ മുത്തുമണികളായിരുന്നു എന്ന് ആ ഉമ്മ പറഞ്ഞ് അൽഹംദുലില്ലാ അവൻ സ്വർഗത്തിലാകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് അവിടെ കൊടുങ്കാറ്റ് പോലെ ഉയർന്നു വന്ന ആ ദുഃഖത്തിന്റെ വലിയ കരിനിഴൽ മാറ്റി പ്രകാശ തീരം പണിയാൻ ഉമ്മക്ക് പ്രയാസമുണ്ടായില്ല. സഹോദരങ്ങളെ, നദീറിനെ കുറിച്ച് ചിന്തിച്ച് ഞാൻ ഇവിടെ എത്തിയ സമയത്ത് ആ ആർച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ 2 പ്രവർത്തകർ എന്നെ വാഹനത്തിൽ കൂട്ടിവരികയാണ്. അവര് മാർഗനിർദ്ദേശം തരാൻ 2 വീലറിൽ ഫ്രണ്ടിലുണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ വണ്ടി പിറകിലുണ്ട്. ഉടനെ ഒരു പ്രവർത്തകൻ വഴിയിൽ നിന്ന് കൈ കാണിച്ചിട്ട് ഈ 2 പേര് സഞ്ചരിച്ച ബൈക്കിലേക്ക് 3-ാമത്തെ ആള് കയറി. ഉടനെ ഞാൻ നീണ്ട ഹോൺ എന്റെ വണ്ടിയിൽ കൊടുത്ത് അവരെ നിർത്തിച്ചിട്ട് പറഞ്ഞു, 3-ാമത് കയറിയാൽ എന്റെ വണ്ടിയിലേക്ക് കയറുക, 3 പേര് ബൈക്കിൽ സഞ്ചരിക്കാൻ നിൽക്കരുത്. മോനെ, നദീറടക്കമുള്ള കൂട്ടുകാർ നമ്മളോട് യാത്ര പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന് ഞാൻ ആ കൂട്ടുകാരോട് സംവദിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അള്ളാഹു വിധിക്കുന്നതാണ് വരിക. അവൻ നിശ്ചയിച്ച അജലെത്തിയാൽ 1 സെക്കൻഡ് പിന്തുന്ന പ്രശ്നമില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അവധിയെത്തിയാൽ പിന്നെ പിന്തുന്ന പ്രശ്നമില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് 63-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമെന്ന് ഖുർആനിലുണ്ടോ എന്ന് ചിലർ തർക്കുത്തരം എന്ന നിലക്ക് ചോദിച്ചു. ഉണ്ടെന്ന് ബഹുമാനപ്പെട്ടവര് പറഞ്ഞുകൊണ്ട് അതാ 63-ാം സൂറത്തിൽ ഇത് വളരെ വ്യക്തമായി കാണാമെന്ന് പറഞ്ഞ് ഇതങ്ങ് ഓതിക്കൊടുക്കുകയാണ്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അതുകൊണ്ട് അവധിയെത്തിയാൽ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരും. അതാരായാലും വിട പറയും, സംശയമില്ല. യന്ത്രം വെച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കാമെന്ന് കരുതിയാൽ നടക്കുമോ? ഇല്ല. പരമാവധി വരുന്ന വിസിറ്റേഴ്സിനെ പോലും ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ മാറ്റി നിർത്തി മാത്രം സംസാരിക്കുന്ന കെ കരുണാകരനാണ് ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞത്. ഷെയ്ഖ് സായിദിനെ പോലെ ജീവകാരുണ്യ രംഗത്ത് പേരുകേട്ട മഹത്തുക്കളായ ഭരണാധികാരികൾ ഒരുപാട് കാലം ജീവിക്കണമെന്ന് നമ്മളെല്ലാം കരുതി. മാത്രമല്ല, അദ്ദേഹത്തിന് വലിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് യാന്ത്രികമായി വെച്ചുപിടിപ്പിക്കാവുന്ന സർവ്വ അവയവങ്ങളുടെയും ക്ഷീണം വന്ന സർവ്വ അവയവങ്ങളും മാറ്റിവെച്ചു. എന്നിട്ടും മരണം എന്ന പ്രതിഭാസത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല. ഒരാൾക്കും കഴിയില്ല. ഈ ഒരവസ്ഥ നാം മനസ്സിലാക്കുമ്പോ അതിൽ അല്ലാഹുവിന്റെ വിധിയോർത്തുകൊണ്ട് സമാധാനിക്കണം. എന്നാലും എന്റെ സഹോദരങ്ങളെ, ഒരു ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മറവിൽ മാത്രം ഒരു ഭൗതിക വിദ്യാർത്ഥിയുടെ സ്റ്റഡി ടൂർ പോകുന്ന സമയത്ത് വീഗാലാൻഡിലേക്ക് ബൈക്ക് ഓടിച്ചു പോകുമ്പോഴാണ് ഒരു കുട്ടി മരിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം ആ വാർത്ത വായിക്കുന്ന മുഅ്മിനീങ്ങള് മുത്തഖീങ്ങള് അവന് വേണ്ടി ദുആ ഇരക്കാൻ തയ്യാറാകുമോ? നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. അതേസമയം നദീർ പോയതോ ബികോമിന് പഠിക്കാൻ വേണ്ടിയാണ്. അവന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം വിദ്യാർത്ഥികൾ അവന്റെ കൂടെ പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമുണ്ട്. ആ വിദ്യാലയത്തിൽ പോലും വേറിട്ട ഒരു ശബ്ദമായിരുന്നു നദീറിന്റേതെന്ന് കാണാം.
അവിടുത്തെ കൂട്ടുകാർ പറയുന്നു, വല്ലവരും പെൺകുട്ടികളുമായി സംസാരിച്ചു നിന്നാൽ ഉടനെ ഇവൻ പോയി ആ ആൺകുട്ടിയെ പിടിച്ച് തന്ത്രപരമായി ഇങ്ങ് മാറ്റിക്കൊണ്ടുവരും. അങ്ങനെ സംസാരിച്ചു നിൽക്കല്ലേ അളിയ, അല്ലേ സുഹൃത്തെ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരുന്നൊരു പതിവ് നദീറിൽ ഉണ്ടായിരുന്നു. അതുപോലെ ക്യാമ്പസിൽ എല്ലാവരും ആദരവോടെ കാണുന്നൊരു സുഹൃത്തായിരുന്നു. യഥാർത്ഥത്തിൽ നദീർ എന്ന് കോളേജിൽ നിന്ന് വന്ന സുഹൃത്തുക്കൾ പറയുകയാണ്, ഈ ഒരവസ്ഥാവിശേഷമുണ്ടാക്കാൻ ഏതു സാഹചര്യത്തിന്റെ നടുവിലായാലും ആ പരിശുദ്ധമായ സൂക്ഷ്മത വെച്ചു പുലർത്തിയാൽ നമുക്ക് ഈ തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ദൃശ്യമാക്കാൻ കഴിയും. സഹോദരങ്ങളെ, ആ കോളേജിൽ തന്നെ സംഘടന അവനോട് നിർദ്ദേശിച്ച ഇഫ്താർ വിരുന്ന് നടത്താൻ, ഇഫ്താർ മീറ്റ് നടത്താൻ നിയോഗിച്ചപ്പോൾ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേദി ആ ഭൗതിക കലാലയത്തിന്റെ ക്യാമ്പസിൽ ഒരുക്കാൻ പ്രിയപ്പെട്ട നദീറിന് കഴിയുകയുണ്ടായി. അതുപോലെ ക്യാമ്പസിലെ കുട്ടികളോട് എപ്പോഴും അടുത്തിടപഴകുകയും ഇടപഴകുമ്പോഴെല്ലാം ആഖിറത്തെക്കുറിച്ച് മുഅ്മിനീങ്ങളായ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയും മറ്റുള്ള കുട്ടികളോട് ധാർമ്മിക വിപ്ലവത്തിന്റെ അണയാത്ത ജ്വാലകൾ ആവാഹിച്ചെടുക്കാൻ പര്യാപ്തമായ ഒരഭിമുഖമാണ് നദീറിൽ നിന്ന് എപ്പോഴും അനുഭവിച്ചതെന്നവർ പറയുകയാണ്. പ്ലസ് ടുവിലെ തന്നെ അവിടുത്തെ അധ്യാപകർ ഇവനെക്കുറിച്ച് നല്ലതല്ലാതെ പറയുന്നില്ല. അവർക്കൊരു ലൈബ്രറി വേണമെന്ന് ചിന്തിച്ചപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ബികോമിന് പഠിക്കുമ്പോൾ മരിച്ചവനാണ് നദീറെങ്കിലും ആ നദീറിന്റെ നാമധേയത്തിലാണ് പ്ലസ് ടു സ്കൂളിൽ ഒരു ലൈബ്രറി ഉണ്ടായതെന്നറിയാൻ കഴിഞ്ഞു. അതുപോലെ സഹോദരങ്ങളെ, പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് പോകണമെന്ന് കൊതിച്ച അവൻ ഈ സഫർ മാസത്തിന്റെ ഒടുവിൽ അവന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുമ്പോ റബീഉൽ അവ്വലിന്റെ പൊന്നമ്പിളി പ്രതീക്ഷിക്കുകയും പൊന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പം പനിയായി രോഗമായി ആയ അവസ്ഥ ഈ സഫർ മാസത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ആ റബീഇന്റെ പൊന്നമ്പിളി പ്രതീക്ഷിക്കുന്ന വേളയിൽ ഉലമാക്കളും സാദാത്തുക്കളുമെല്ലാം നദീറുമായി ബന്ധപ്പെട്ട അവന് ആഖിറത്തിലേക്ക് ഗുണകരമായ അവന് വേണ്ടി ദുആ ഇറക്കുന്ന മജ്ലിസുകൾ സംഘടിപ്പിക്കാൻ തയ്യാറായി എന്നത് അവൻ വലിയ പണക്കാരനായതുകൊണ്ടല്ല, അവനിവിടെ ഭൗതികമായ എന്തെങ്കിലും കാഴ്ചപ്പാടുകൾ ഉണ്ടായതുകൊണ്ടല്ല, മറ്റേതെങ്കിലും തരത്തിൽ ഇവിടെ കൊണ്ടു നടന്ന് ബഹളമുണ്ടാക്കി വിപ്ലവമുണ്ടാക്കിയതിന്റെ പേരിലല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീനിൽ നന്നായി പ്രവർത്തിക്കുകയും ആ പ്രവർത്തന പാതയിൽ നിന്ന് കിട്ടിയ സ്വഭാവ സംസ്കരണം ജീവിതത്തിൽ പകർത്താൻ ഉപയോഗിക്കുകയും അതിലൂടെ നടക്കുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ പുഞ്ചിരി തൂകുന്ന സദാ പുഞ്ചിരി തൂകുന്നൊരു മുഖത്തിന്റെ ഉടമയായി. അവിടെയും വെള്ളില മുഹമ്മദ് ഫൈദി എന്നൊരു നേതാവുണ്ട്. മദീനത്തെ ജന്നത്തുൽ ബഖീഇൽ വിശ്രമിക്കുകയാണല്ലോ കൂട്ടുകാരെ. മക്കാ മുക്കറമയിൽ വെച്ച് വിദാഇന്റെ തവാഫ് ചെയ്യുമ്പോ സാധുവായ എന്റെ നേരെ വെള്ളിലെ കൈ ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മദീനയിൽ വെച്ച് നമുക്കൊരുമിച്ച് കാണാമെന്നായിരിക്കും പറഞ്ഞതെന്ന് ഞാൻ ധരിച്ചു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ട് വഴിയിൽ വെച്ചാണ് ഞങ്ങളുടെ വാഹനത്തിന് തൊട്ട് ഫ്രണ്ടിലുള്ള വാഹനം അപകടത്തിൽപ്പെട്ടത് അറിഞ്ഞത്. അറിഞ്ഞപ്പോൾ ഹാജിമാരായിരിക്കും എന്ന പ്രതീക്ഷയുണ്ട്. ഹാജിമാരുടെ വാഹനങ്ങൾ നിരനിരയായി ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന സമയമാണ്. ദുൽഖഅദ് 25 മദീനയിലേക്കുള്ള പ്രയാണമാണ്. ആ പ്രയാണത്തിൽ മദീനയുടെ മണമടിക്കാൻ തുടങ്ങിയ സമയത്ത് അബിയാർ അലി എന്ന മസ്ജിദ് ദുൽഹുലൈബയുടെ ചാരത്തെത്തുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. പടച്ചവനെ, ഹാജിമാരാകല്ലേ എന്ന് മനസ്സ് മന്ത്രിച്ചു. അത് ഇന്ത്യക്കാരാകല്ലേ എന്ന് പിന്നെ സങ്കുചിതമായി മന്ത്രിച്ചു. പിന്നെ കേരളക്കാരാകല്ലേ എന്ന് മന്ത്രിച്ചു. പരിചയക്കാരാകല്ലേ എന്ന് മന്ത്രിച്ചു. അള്ളാഹുവിന്റെ വിധി തീർത്തും എതിരായിരുന്നു. അള്ളാഹുവിന്റെ വിധിക്കനുസൃതമായി അതാ മലയാളി എന്ന് മാത്രമല്ല നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ജീവസുറ്റ നേതൃത്വമായ വെള്ളില മുഹമ്മദ് ഫൈദിയാണ് ആ അപകടത്തിൽ മരിച്ച ഒരാളെന്ന് കേൾക്കുമ്പോ
മദീനത്ത് ചെന്നിറങ്ങിയ ഉടനെ കിട്ടിയ ഒരു പിക്കപ്പിൽ കയറി കിങ് ഫഹദ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയം അവിടുത്തെ തൂപ്പുകാരിയായ പാലക്കാട്ടുകാരി ഒരു സ്ത്രീയുടെ സഹായത്തോടെ ആ മോർച്ചറിക്കുള്ളിലേക്ക് ചെല്ലുമ്പോ മഹാനായ മർഹൂം വെള്ളില മുഹമ്മദ് ഫൈദിയുടെ ആ ശരീരം, പൊന്ന് ശരീരമിരുന്ന തട്ട്, ആ സ്ലൈഡ് പതുക്കെ നീക്കിത്തരുകയാണ്. ആദരവോടെയാണ് മോർച്ചറിയിലെ ഉദ്യോഗസ്ഥനത് നീക്കി കാണിച്ചത്. ഞാൻ ഇന്നും ഓർക്കുന്നു, പടച്ചവനെ വെള്ളില യാത്രയായോ എന്ന് ആലോചിച്ചുകൊണ്ട് അവിടുത്തെ ഒരു കണ്ണിന്റെ സൈഡിലുള്ള ചെറിയ പരിക്കും അവിടുന്ന് പൊട്ടി വന്ന് കുറച്ച് രക്തവും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങും മുമ്പ് ഒരു കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ തിളങ്ങുന്ന മുഖവും ആ തിളങ്ങുന്ന മുഖത്ത് പ്രശോഭിക്കുന്ന കണ്ണുകളും പുഞ്ചിരിച്ച് യാത്രയായ വദനത്തിന്റെ ആകത്തുകയും മനസ്സിലൊരായിരം കുതിരശക്തിയോടെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഇങ്ങനെ പുഞ്ചിരിച്ച് മദീനയിൽ യാത്രയാകാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉൾവിളിയാണ് വളരെ സാധുവായ പാവിയായ ഒന്നിനും കൊള്ളാത്ത എന്റെ മനസ്സിൽ പോലും രൂപപ്പെട്ടതെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ആ വെള്ളില ഇന്ന് ജന്നത്തുൽ ബഖീയിൽ SSFന്റെയും SYSന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രതിനിധിയായി അതാ വളരെ വ്യക്തമായി അവിടെ കിടക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ വെള്ളില മുഹമ്മദ് ഫൈദിയുടെ നിരന്തരമായ പുഞ്ചിരി തൂകുന്ന മുഖം അത് കാണാൻ വിധിച്ചവര് മുഴുവൻ വെള്ളിലെ 1000 തവണ ആ മേഖലയിൽ തന്നെ പ്രശംസിക്കുകയായിരുന്നു. വളരെ സാത്വികമായി പ്രാസ്ഥാനിക രംഗത്ത് ലീഡർഷിപ്പ് നൽകിയ മഹാനുഭാവനായ വെള്ളില മുഹമ്മദ് ഫൈദിയുടെയും ഒരു സിഫത്ത് നദീറിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ സന്ദർഭത്തിൽ അറിയിക്കാനുള്ളത്, നദീർ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ച് നാം ഇവിടെ ഓർമ്മിക്കുമ്പോൾ അബ്ദുള്ള കാരാത്തോട് വിട പറഞ്ഞ് നമ്മെ വല്ലാതെ വേദനിപ്പിച്ച ആ വിയോഗം വല്ലാതെ സംതൃപ്തമാക്കിയ ആഖിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് യാത്രയായി എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ ധാരാളം ആളുകൾ അങ്ങനെ നമ്മെ വിട പറഞ്ഞിരിക്കുകയാണ്. ഈ വിട പറയുന്നവരൊക്കെ പുഞ്ചിരിച്ച മുഖത്തോടെ യാത്ര പറയുന്നതും അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാനായിക്കുളം ഇബ്രാഹിം മുസ്ലിയാർ ഒരു ചെറിയ കീസ് ഏത് സദസ്സിൽ വന്നാലും കാണും. അതിൽ ഇത്തരം തുണ്ടുകളാണെന്ന് നേരത്തെ ജബ്ബാർ സഖാഫി പറഞ്ഞപ്പോഴാണ് എനിക്ക് പോലും മനസ്സിലാകുന്നത്. സഹോദരങ്ങളെ, ആ ചെറിയ കീസുമായി ജാടയില്ലാതെ പരിഷ്കാരമില്ലാതെ ഏതു സദസ്സിലും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് സമാനം നിത്യ സാന്നിധ്യമായിരുന്ന പാനായിക്കുളം ഇബ്രാഹിം മുസ്ലിയാർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു അവിടത്തേക്ക് സ്വർഗത്തിന്റെ ദർജകളെ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. നദീറിന് സ്വർഗത്തിന്റെ പദവികൾ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. മാതാപിതാക്കള്, ബന്ധുക്കള്, കൂട്ടുകാർ, SSFകാർ, ക്ഷമിച്ചവർക്ക് മുഴുവൻ അള്ളാഹു സബറാക്കിയതിന് കൂലി നൽകുമാറാകട്ടെ. അള്ളാഹു ഉടമയും നമ്മൾ അടിമകളുമാണ്. അടിമകൾക്കുടമയുടെ വിധിയിൽ പ്രതിഷേധിക്കാൻ അവകാശമില്ല. ആ അടിമകൾ ചിന്തിക്കുന്നത് തന്നെയും അടിമകൾ ജീവിക്കുന്നത് തന്നെയും അടിമകൾക്ക് വിട പറഞ്ഞ അടിമ ഉണ്ടായതു തന്നെയും അവന്റെ ഔദാര്യമാണ് എന്ന് ചേർത്ത് വെക്കുമ്പോ ഒന്നിനും അർഹതയില്ലാത്തവരാണ് സാധുക്കളായ നാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിധി അതിനെ നേരിടുക തന്നെ, അതിനെ സ്വീകരിക്കുക തന്നെ. ആ വിധിക്ക് മുന്നിൽ ജനാസ പോലെ ജീവിതകാലത്തും കിടന്നു കൊടുക്കണമെന്നാണ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ ആത്മീയോപദേശത്തിൽ നമുക്ക് കൈമാറിയ വസിയത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കത്തരം ഘട്ടങ്ങളൊക്കെ ജീവിതത്തിൽ വരും. ദുന്യാവിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പറുദീസയായി, സ്വർഗത്തിന്റെ മേഖലയായി ദുനിയാവിനെ തന്നെ പരിവർത്തനം വരുത്തണമെന്ന് ആഗ്രഹിച്ചവർ ആഖിറത്തിൽ
നസീബില്ലാത്തവരായി പോകും. ഇത് നന്നായി മനസ്സിലാക്കണമെന്നും അതുപോലെ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ മുഴുവൻ ക്രെഡിറ്റും നദീറിന് കൊടുക്കുന്ന ക്രെഡിറ്റ് അത് മുഴുവനും സുന്നി വിദ്യാർത്ഥി സംഘടനയ്ക്കുള്ള ക്രെഡിറ്റാണ്. അതേ അബ്ദുള്ള എന്ന കരാത്തോടുകാരൻ ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വന്ന് 3 ദിവസമേ ആയുള്ളൂ. ഒരു ഭാര്യയും ഒരു കുഞ്ഞും അതാ വീട്ടിൽ ഇങ്ങനെ കാത്തിരുന്നു. അവർക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ അവസരം ലഭിച്ചു. അത് കഴിഞ്ഞവൻ പറയുന്നു, പ്രിയേ, ഞാൻ ഉണർത്തുജാഥയ്ക്ക് പോകുകയാണ്. തിരുവനന്തപുരം മുതൽ അവൻ കൂടി 15 ദിവസം കാസർഗോഡ് വരെ യാത്ര ചെയ്തു. ഇടയ്ക്ക് വെച്ച് പൂനൂരും തലശ്ശേരിയിലുമാണ് ആ യാത്രയെ എനിക്ക് ടച്ച് ചെയ്യാൻ കഴിഞ്ഞത്. ആ സമയത്ത് 2 വേദിയിലും നിൽക്കുമ്പോ ഒരു ഒമ്നി വാൻ വന്ന് നിൽക്കുകയും ആദ്യം ചാടിയിറങ്ങുകയും ബക്കറ്റുമായി സമൂഹത്തെ സമീപിക്കുകയും സദക്ക ജാരിയായ സദക്കകളും അമുസ്ലിം സുഹൃത്തുക്കൾ പോലും നൽകിയ തുട്ടുകളുടെ അംഗീകാരവും സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്ന അബ്ദുള്ള 2 സദസ്സിൽ മാത്രം ഉണർത്തുജാഥയെ അഭിമുഖീകരിച്ച എനിക്ക് പിറ്റേന്ന് പത്രത്തിൽ കണ്ട ഫോട്ടോ നന്നായി പരിചയമുള്ളതായി മനസ്സിലായി. ആ അബ്ദുള്ള കാസർഗോഡ് സമാപിക്കുന്ന ജാഥയുടെ ഒടുവിൽ ശ്രദ്ധിക്കപ്പെട്ട നേതൃത്വമായി മാറി. അബ്ദുള്ള യഥാർത്ഥത്തിൽ ബക്കറ്റ് പിടിക്കാൻ മാത്രം അറിയുന്നയാളല്ല. അബ്ദുള്ള വഹാബികൾ ഒരിക്കൽ വന്ന് പരിസരത്ത് പ്രസംഗിച്ച് 3 മണിക്കൂർ മലീമസപ്പെടുത്തിയപ്പോൾ 10 മിനിറ്റ് ആ സ്റ്റേജിൽ അവസാനം കയറി നിന്ന് ആളുകളാരും പിരിയരുത്, ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞ് 10 മിനിറ്റ് അബ്ദുള്ള സംസാരിച്ചത് വല്ലാത്തൊരനുഭൂതിയായിട്ടാണ് നാട് മുഴുവനും സംസാരിക്കുന്നത്. അതുപോലെ അതേ അബ്ദുള്ള എല്ലാവരുമായും നല്ല ബന്ധം പുലർത്താനും പ്രസംഗിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും ഒക്കെ നേതൃത്വം കൊടുക്കാനും ഒക്കെ പക്വമായ ആളാണ്. പക്ഷേ അപ്പോൾ സംഘടന ഏൽപ്പിച്ചത് വലിയൊരു ദൗത്യമായ ഈ ശേഖരണമായിരുന്നു എന്ന് മാത്രം. എന്നാൽ അവനെ അവസാനം ശ്രദ്ധിക്കപ്പെട്ട നിലക്ക് സംസ്ഥാന നേതൃത്വമൊക്കെ പുകഴ്ത്തി സംസാരിച്ചു. എന്നിട്ട് അബ്ദുള്ളയുടെ സേവനത്തെ അഭിനന്ദിച്ചു. ആ ടൈമിൽ അവന് 2 വാക്ക് പറയാൻ അവിടുന്ന് ശ്രദ്ധിക്കപ്പെട്ട നിലക്ക് 3-4 പേർക്ക് കിട്ടിയ ചാൻസിൽ 2 വാക്ക് അബ്ദുള്ള പറയട്ടെ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. അബ്ദുള്ള എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾ എന്നിൽ എന്തെങ്കിലും ഒരു ഖൈറ് കാണുന്നെങ്കിൽ അത് മുഴുവനും SSF എന്ന സംഘടനയ്ക്കുള്ളതാണ്. എന്റെ പ്രസ്ഥാനം എനിക്ക് തന്നതല്ലാത്ത ഒരു നന്മയും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ചൈതന്യം എനിക്ക് മരണം വരെ നിലനിന്നു കിട്ടാൻ നിങ്ങൾ ദുആ ഇരക്കണേ കൂട്ടുകാരെ. ഇതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇത് പറഞ്ഞ് പിരിയുമ്പോ ഇട്ടിരുന്ന ഒരു ഡ്രസ്സ് വേറൊരു സുഹൃത്തിന് കൈമാറി വരുമ്പോ അബ്ദുള്ളയുടെ യാത്ര ഒരന്ത്യയാത്രയാണെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ആ യാത്രയിൽ തലശ്ശേരി ടൗണിലെത്തുമ്പോ സുബഹിന്റെ വാങ്കുലി കേൾക്കുന്നു. ടൗൺ പള്ളിയിലേക്ക് കയറി അതാ അവൻ ഇമാമത്തു നിന്ന് കൂടെ വന്നവർക്ക് നിസ്കരിക്കുകയാണ്. ഇമാമായും അബ്ദുള്ളയെ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് യാത്ര ചെയ്ത് കൊയിലാണ്ടിക്കടുത്ത് കൊല്ലം എന്ന പ്രദേശത്തെത്തിയപ്പോ ഖാലിദിനെ ഈ ലോകത്തു നിന്ന് വിട പറയാൻ പശ്ചാത്തലമൊരുക്കിയ നാഷണൽ ഹൈവേയുടെ ചാരത്തു തന്നെ അള്ളാഹുവിന്റെ വിധി, ഖാലിദിന്റെ ഒരു അനുയായിയും അവിടെ ആ പ്രത്യേകമായ വിധിക്കനുസൃതമായി വീണുപോയി. അവന്റെ ശരീരം കൊണ്ട് ഖബറടക്കി. പ്രിയ സഹോദരങ്ങളെ, ആ അബ്ദുള്ളക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അതിന്റെ വിവരണം നടത്തിയപ്പോൾ അവിടെ ചൊല്ലിയത് എത്രയാണെന്നറിയുമോ? 1,60,00,000 തഹ്ലീല. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നുമല്ല, വലിയ സയ്യിദോ ആലിമോ അല്ല. അവന് വേണ്ടിയും ശിഹാബുദ്ദീൻ സഖാഫി എന്ന ആ ഇടയെ മരണപ്പെട്ട പ്രവർത്തകന് വേണ്ടിയും സംഘടനാ പ്രവർത്തകരും ബന്ധുക്കളും മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ കേട്ട വാർത്തയറിഞ്ഞുകൊണ്ട് തഹ്ലീൽ ചൊല്ലിക്കൂട്ടിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ദ്വാരക്കുമ്പോ ശിഹാബുദ്ദീൻ ബുഖാരി പറഞ്ഞു, 1,40,00,000 തഹ്ലീലാണ് ദുആയിരുന്നത്. 1,20,00,000 40,00,000 എനിക്ക്
ഓർമ്മ വരുന്നില്ല. ഇത് ശിഹാബുദ്ദീൻ ബുഖാരി പറഞ്ഞു. ഞാനത് മറ്റൊരു വേദിയിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ എന്റെ അനുജൻ മുഹമ്മദ് സാദിഖ് മിസ്ബാഹിയാണ് ആ ക്ലാസ് റൂമിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകൻ. അവൻ എന്നോട് പറഞ്ഞു, ഇക്ക 1,20,00,000 ആദ്യം ദ്വാരുന്നെങ്കിലും പിന്നീട് കേരളത്തിൽ നിന്നുള്ള 40 ലക്ഷം തഹ്ലീൽ കൂടി വിവരമറിഞ്ഞ് 1,60,00,000 ഞാൻ ഈ സന്തോഷ വാർത്ത ഒരു വേദിയിൽ വീണ്ടും അയവിറക്കുമ്പോ എന്റെ സദസ്സിൽ അപ്പോഴുണ്ടായിരുന്ന ആട്ടിയിരുത്തങ്ങൾ പറഞ്ഞു, സഖാഫി 1,80,00,000 വിവരം എന്റെ കയ്യിലുണ്ട്. സുഹൃത്തുക്കളെ, 70,000 ദിക്റൊന്ന് പൂർത്തീകരിക്കാൻ പാടുപെടുന്ന നാം ആ 1,80,00,000 ഖദറൊന്ന് ആലോചിച്ചു നോക്കൂ. ആർക്കാണ് ഈ ചൊല്ലിയത്? ആരാണ് ചൊല്ലിയത്? നദീറിന്റെ മരണവാർത്ത എറിഞ്ഞൊരുമിച്ചു കൂടിയ കൂട്ടുകാർ. ആ കൂട്ടുകാരെ മുഴുവൻ സ്നേഹത്തോടെ നദീറിന് പകരം കാണുന്ന മാതാപിതാക്കൾ. കൂട്ടുകാരോട് പറഞ്ഞില്ല, പ്രവർത്തനത്തിന് നിങ്ങളുടെ കൂടെ ഇറങ്ങിയത് കൊണ്ട് എന്റെ മോൻ മരിച്ചു എന്നൊരൊറ്റ കുട്ടിയും പറഞ്ഞില്ല. ആ വാപ്പ അങ്ങനെ പ്രതികരിച്ചില്ല. ആ ഉമ്മ അങ്ങനെ പാഴ്വർത്തമാനം പറഞ്ഞില്ല. ആ ഉമ്മ പറഞ്ഞു, എന്റെ മകനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണ് മക്കളെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്റെ മകന് വേണ്ടി ദ്വാരക്കണം. മകന് പകരം നിങ്ങളെ ഞങ്ങൾ കാണുകയാണ്. എന്നാ മാതാപിതാക്കള് പറഞ്ഞ കൂട്ടുകാർ ഇവിടെ എന്താണ് ചെയ്തത്? കരിങ്കൊടി ഉയർത്തിയതല്ല, റീത്ത് സമർപ്പിച്ചതല്ല, 7 ദിവസക്കാലം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അത്രയേറെ കാലമൊന്നും ജീവിച്ച പാപഭാരമില്ലാത്ത പ്രിയ കൂട്ടുകാരന് വിട പറഞ്ഞ ഉടനെ സമർപ്പിക്കാനുള്ള വിശുദ്ധ ഖുർആനിന്റെ പാരായണം 7 ദിനങ്ങൾ നീട്ടി നിർത്താൻ ഇവിടുത്തെ കൂട്ടുകാർക്ക് കഴിഞ്ഞില്ലേ സഹോദരങ്ങളെ? പിന്നെയും 40ന്റെ അന്ന് വരെ എല്ലാ ദിവസവും ദിക്റുകൾ ചൊല്ലുകയാണ്. ഒരുപാട് ദിവസങ്ങളിൽ വീട്ടിൽ വന്ന് ചൊല്ലുകയാണ്. സദസ്സുകളിലൊക്കെയും അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ ഈ വേദിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാഹചര്യം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. വളരെ അർജന്റായി 23-ാം തീയതി ഞാൻ വളരെ പെട്ടെന്ന് ആ ഗൾഫിലേക്ക് എത്തണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. എനിക്ക് പോകൽ അത്യാവശ്യമുള്ള ഒരു സമയവുമാണ്. ആ തരത്തിൽ നമ്മുടെ ഹോസ്പിറ്റലുമൊക്കെയായി ബന്ധപ്പെട്ട് വളരെ അർജന്റായ ഒരു ട്രിപ്പായിരുന്നു എനിക്കത്. പക്ഷേ 15-16 തീയതികളിൽ കൊല്ലം കർബല മൈതാനിയിൽ നടന്ന SSFന്റെ സംസ്ഥാന ക്യാമ്പിൽ ഇവിടുന്ന് ഫഹദടക്കമുള്ള കൂട്ടുകാരവിടെ എത്തിയിരുന്നു. ആ കൂട്ടുകാരന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നദീറിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ ഉസ്താദ് സംബന്ധിക്കാതെ പോകരുത് കേട്ടോ. എനിക്ക് യഥാർത്ഥത്തിൽ ആ കൂട്ടുകാരുടെ വർത്തമാനം വല്ലാതെ എന്നെ പിടിച്ചു കുലുക്കി. മാത്രമല്ല, കെർബലയിൽ വേദിയൊരുങ്ങിയ വാദി ഖുബ എന്ന് പറയുന്ന ആ നഗരിയുടെ ചാരത്ത് മൈക്രോഫോണിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഒരു വിപ്ലവകരമായ പ്രവർത്തനം നടത്തി മദീനയിൽ വെച്ച് മറിഞ്ഞു വീണ് മദീനയിൽ 4 മാസം എനിക്ക് ആ കാറ്റുകൊള്ളാനെങ്കിലും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ച ഫാറൂഖ് എന്ന് പറയുന്ന ഒരു SSFകാരൻ ഖബറിൽ കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് വെച്ച് നദീർ എന്ന അൽ ഇസാബയുടെ ആ സെക്ടർ ചീഫിന്റെ അനുസ്മരണത്തിന് വരണമെന്ന് പറയുമ്പോ വിളിച്ചത് വളരെ ആത്മാർത്ഥതയോടെയാണെന്നറിയാമെങ്കിലും എന്റെ അനിവാര്യ ഘട്ടത്തിൽ ഒരു കാരണം പറഞ്ഞെനിക്ക് യാത്രയാകണമെന്ന് തോന്നിയെങ്കിലും ആ വേദിയിൽ വെച്ച് ഈ കൂട്ടുകാർ കൊല്ലത്ത് വന്ന് വീണ്ടും നദീർ എന്ന പ്രിയങ്കരനായ സുഹൃത്തിനെ, അല്ല സഹോദരനെ, അല്ല പ്രവർത്തന രംഗത്തെ വഴികാട്ടിയെ, അല്ല ജ്യേഷ്ഠനെ പറഞ്ഞു പരിചയപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ വല്ലാത്തൊരത്ഭുതം തോന്നി. അതുകൊണ്ട് തന്നെ സാധുവായ ഞാൻ ഇതിൽ സംബന്ധിക്കണമെന്ന് തീരുമാനിച്ചു. അള്ളാഹു അതിന് തൗഫീഖ് തരികയും ചെയ്തു. തൊട്ടടുത്ത ദിവസം ഞാൻ യാത്ര പോവുകയാണ്. യാത്രയുടെ എല്ലാ വിഷയങ്ങളിലും വിജയവും റാഹത്തും ഉണ്ടാകാൻ നിങ്ങളെല്ലാവരും ദുആയിരക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മഹത്തായ പരിശുദ്ധമായ സംഘടനാ സംവിധാനം, ഈ പ്രാസ്ഥാനിക വേദി അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഉലമാക്കളും സാദാത്തുക്കളും ഒപ്പിട്ടു തരുന്ന വാർത്ത
വാർത്തയല്ലാതെ, ആ നിർദ്ദേശമല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ വേറൊരു വൈകല്യം വന്ന പാതയില്ല. അതുകൊണ്ട് തന്നെ SSF ഒരു വിദ്യാർത്ഥി സംഘടനയെങ്കിലും സാധാരണ നിലക്കുള്ള വിദ്യാർത്ഥി പരീക്ഷയെ സമീപിക്കാവുന്ന ഒരപര്യാപ്തതയും പോരായ്മയും ബാധിക്കാതെ ഇവിടെ സസൂക്ഷ്മം കെട്ടിപ്പടുത്ത് ഇന്ന് വരെ ലീഗൽ വേയിൽ ഒരു നെഗറ്റീവ് പോയിന്റ് ഇല്ലാതെ ഇറങ്ങിപ്പോകുന്ന മകനെ കുറിച്ച് രാത്രിയിൽ അവൻ എവിടെയായിരിക്കുമെന്ന ആശങ്കയില്ലാതെ മാതാക്കൾ കുറങ്ങാൻ കഴിയുന്ന, അവൻ തിരിച്ചൊരു പക്ഷേ ഈ രാത്രിയിലെത്തിയില്ലെങ്കിൽ അവൻ ദിക്റും സലാത്തും ചൊല്ലുന്ന നിശാ ക്യാമ്പിലാണ്, അവൻ ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ് എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ പ്രസ്ഥാനമല്ലയോ നമ്മുടെ മക്കൾക്ക് നേടിത്തന്നതെന്ന് ആലോചിക്കുക. 12-13 വയസ്സ് മദ്യപാനിയുടെ ശരാശരി പ്രായമായി മാറിയ ഏറ്റവും വൃത്തികെട്ട ഈ കാലഘട്ടത്തിന്റെ വൃത്തികേടെന്ന് പറയുമ്പോ ആവർത്തിച്ച് ഞാൻ പറയുന്നു, കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ വൃത്തികേട്. നഈബു സമാനനാ ലൈസ ലിസമാനിനാ ഐബുൻ സിവാനാ. നമ്മൾ സമാനെ കുറ്റം പറയുന്നു, പക്ഷേ നമ്മളല്ലാത്തൊരു ഐബ് കാലത്തിനില്ല. മഹാന്മാര് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി, വളരെ അബദ്ധസഞ്ചാരം നടത്തുന്ന ഈ കാലയളവിൽ വേറിട്ടൊരു ജീവിതത്തിന്റെ സംശുദ്ധമായ അന്തരീക്ഷം കെട്ടിപ്പടുത്തു തരാൻ SSF എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക്, സമസ്ത കേരള സുന്നി യുവജന സംഘമെന്ന യുവജന ബഹുജന പ്രസ്ഥാനത്തിന് കഴിയുന്നു എന്ന വാസ്തവം എന്റെ യുവാക്കളെ, വിദ്യാർത്ഥികളെ മറന്നുപോകണ്ട. കേരളത്തിൽ മദ്യം ഇന്ന് ഏറ്റവും വലിയ കൂത്തരങ്ങായി മാറി. ഇന്നും ഞാൻ കുറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്തു വരുമ്പോ നിരവധി അപകടങ്ങൾ കാണുകയാണ്. അപകടങ്ങളിലെ ഏറിയ പങ്കും മദ്യമാണ് വില്ലനായി മാറുന്നത്. ഇതിനെതിരെ എന്ന് പലരും പറയുന്നെങ്കിലും അണമുറിയാത്തൊരു സമരവുമായി കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രാസ്ഥാനിക സംഘടനാവേദികൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വരെ പോകാനൊരുങ്ങുകയാണ്. സായാഹ്ന ധർണകളിലൂടെ നാട്ടിൽ മുഴുവൻ ബോധവൽക്കരണം നടത്തി ഈ വരുന്ന 5-ാം തീയതി എല്ലാ ജില്ലയുടെയും കളക്ടറേറ്റിന്റെ മുന്നിൽ ഈ ആവശ്യമുന്നയിച്ച് കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയേ അടങ്ങൂ എന്ന് പറയുന്ന നിർമ്മാണാത്മക സമരത്തിന്റെ ശൈലി മാത്രം അറിയുന്ന, ബെഞ്ചുകൾ ഇല്ലാത്തതിന് ഉള്ളത് തല്ലിപ്പൊട്ടിക്കില്ല, ബസ് റൂട്ടുകൾ അനുവദിക്കണമെന്ന് പറഞ്ഞുള്ളതിന്റെ ചില്ല് പൊട്ടിക്കില്ല, പക്ഷേ പറയുന്നിടത്തു നിന്ന് വിജയം വരാതെ പിന്മാറുകയില്ലെന്ന തീർത്ത ആദർശബോധമുള്ള ഒരു സുന്നി പടയണി അതാ കളക്ടറേറ്റിന്റെ മുന്നിലേക്ക് വരികയാണ്. ഞാൻ ഓർത്തു പോകുന്നു, SSF എന്ന വിദ്യാർത്ഥി സംഘടന ഒരിക്കൽ കളക്ടറേറ്റിന് മുന്നിലെത്തിയപ്പോൾ പാലപ്പറ്റയിലെ പള്ളി ജുമാ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ വിശ്വാസികളെ എറിഞ്ഞും അടിച്ചും പിടിച്ചടക്കിയവരുടെ കാരണത്താൽ പൂട്ടിയിടപ്പെട്ട പള്ളി തുറന്ന് സുന്നത്ത് ജമാഅത്തിന്റെ അവകാശികൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ആ സമരത്തിന് ആദ്യം ചെവിക്കൊള്ളാൻ തയ്യാറാകാതിരുന്ന അധികാരി വർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ കളക്ടറേറ്റിന്റെ പടിവാതിൽക്കലെത്തിയപ്പോൾ അടിയന്തരമായ തീരുമാനം വന്ന് അതാ പാലപ്പറ്റയിൽ പള്ളി തുറന്ന് സുന്നികൾക്ക് അനുവദിച്ചു. മാത്രമല്ല, അൽഹംദുലില്ലാഹ്, ആ സമരത്തിൽ അന്ന് കാണിച്ച സ്റ്റോപ്പ് വഹാബികളോട് ഇനി ഉറച്ച സുന്നി പള്ളി കൈയടക്കാൻ നിങ്ങളാകുന്ന പ്രഭൃതികളെ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് സാമ്രാജ്യത്വ ഭീകരതയുടെയും വഹാബി ഭീകരതയുടെയും സമ്മിശ്ര രൂപമായ യുക്തിവാദി സംഘടനയായ കേരളത്തിലെ മുജാഹിദിനോട് വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ ആ സ്റ്റോപ്പ് കാണിച്ച സ്ഥലത്ത് നിന്ന് ഒരു ചുവട്ടടി മുന്നോട്ട് വെക്കാൻ, വഹാബി ഭീകരതയെ അനുവദിക്കാതിരിക്കാൻ മാത്രം കളക്ടറേറ്റിന് മുന്നിലെത്തിയ സുന്നി പടയണിക്കാവതുണ്ടായിരുന്നു. അതേപോലെ ഒരു ധാർമ്മിക സമരം ഇതൊരധികാരി വർഗം പെട്ടെന്ന് ചിന്തിച്ചാൽ നടപ്പിലാക്കാൻ ഡൈനാമിക്കായി പറ്റുന്ന കാര്യമല്ലെങ്കിലും നിയമപരമായ നിരോധനം കൊണ്ടുവന്ന് പടിപടിയായി അതിന്റെ പ്രാബല്യത്തിൽ വരുത്തുന്ന ശിക്ഷാമുറകൾ ആവിഷ്കരിച്ച് വയലേറ്റ് ചെയ്യുന്നവർക്ക് പണിഷ്മെന്റ് നൽകിയാൽ സമ്പൂർണ്ണ
സമ്പൂർണ്ണ മദ്യനിരോധനം ഇവിടെ നടപ്പിലാകും. ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ റവന്യൂ ഇൻകം കൂടുതൽ തരുന്ന ഈ മദ്യം ഇവിടെ നിലനിൽക്കട്ടെ എന്നാണെങ്കിൽ കണക്ക് പഠിപ്പിക്കാൻ SYS തയ്യാറാണ്. 2500 കോടിയുടെ വരുമാനം ഈ കഴിഞ്ഞ വർഷം കേരളത്തിൽ മദ്യത്തിലൂടെ ഉണ്ടെങ്കിൽ മദ്യം വില്ലനായി മാറിയ മാത്രം അപകടങ്ങളിൽ, സാമൂഹിക കലാപങ്ങളിൽ നഷ്ടപരിഹാരം കൊടുത്തത് 2790 കോടിയാണ്. കണക്കാര് പഠിപ്പിച്ചു എന്ന് അധികാരി വർഗത്തോട് ആരായാൻ തോന്നുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കളക്ടറേറ്റിന് മുന്നിലേക്ക് ചെല്ലുകയാണ് ഈ 5-ാം തീയതി. ഇല്ല, മാറിയിട്ടില്ല. അവിടുന്നും തീരുമാനമായില്ലെങ്കിൽ 26-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വൻ ജനാവലിയുടെ, അതേപോലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുഴുവൻ ഹാജരുള്ള ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് അഖിലേന്ത്യാ ജംഇയ്യത്തുൽ-ഉലമയുടെ കരുത്തനായ കാര്യദർശി, ലോക ഇസ്ലാമിക നേതൃത്വത്തിൽ അള്ളാഹു കേരളത്തിൽ നിന്ന് ഉയർത്തിയ പൊന്നോമന പുത്രൻ ശൈഖുന കാന്തപുരം ഉസ്താദാണ്. അധികാരി വർഗത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് അങ്ങനൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുകയാണ്. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് പൊന്മള ഉസ്താദാണ്. സ്വാഗതം പറയുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. ഇല്ല, ഈ സമരരംഗത്തുനിന്ന് പിന്മാറില്ല. ഇതാഖിറത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവാചകർ നമ്മെ പഠിപ്പിച്ച സമ്പൂർണ്ണ മദ്യനിരോധനത്തിന് വേണ്ടിയുള്ള സമരമാണ്. അലി റളിയല്ലാഹു അൻഹു പുറത്ത് കെട്ടി നിർത്തിയ കുതിര അല്പം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോ സഹാബി സുഹൃത്തുക്കൾ തന്നെ മദ്യത്തിന്റെ ചെറിയ ലഹരിയിൽ ആ കുതിരയെ കൊന്നുകളഞ്ഞത് കണ്ടപ്പോ അലി റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നിസ്കാരത്തിന്റെ സമയത്ത് മാത്രം നിരോധനം നടത്തിയാൽ സാമൂഹിക ജീവിതം ഇവിടെ നന്നായി പോകുമെന്ന് പ്രതീക്ഷയില്ല. എന്റെ വാഹനവും എന്റെ കൂട്ടുകാരനുമായ കുതിരയെ എന്റെ കൂട്ടുകാരായ സഹാബികൾ തന്നെ അതാ അരുങ്കൊല ചെയ്തത് അവിടുന്ന് കണ്ടില്ല നബിയെ. അതുകൊണ്ട് നിയമം വരണം. ആഗ്രഹിച്ചത് അലിയാണെങ്കിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നെടുംതൂണായി വന്ന സഹാബത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ തീരുമാനം വരികയാണ്. പടച്ച റബ്ബിറക്കുന്നു, പറഞ്ഞോളൂ, ഇന്നമൽ ഖംറു വൽ മൈസിർ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അവസാനമായി പ്രഖ്യാപിച്ച അന്തിമ നിരോധനത്തിന്റെ പരിശുദ്ധമായ പ്രഖ്യാപനം വരുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന കാട്ടറബികളെ മദ്യം തൊടാൻ പോലുമില്ലെന്ന് മാത്രമല്ല, മദ്യം വീണ സ്ഥലത്തൊരു ചെടി കളിച്ചു വന്നാൽ അതിലൊരു പഴം നിന്നാൽ ആ പഴം തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ടെങ്കിൽ ലഹരി ബാധിക്കുമെങ്കിൽ അതുപോലും ഹറാമെന്ന നിലക്ക് പരിപക്വമാക്കാനുള്ള തയ്യാറെടുപ്പ് പരിശുദ്ധ ഇസ്ലാമിൽ വളരെ വ്യക്തമായി ആ പ്രഖ്യാപനത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് ആ സമരപ്പുറയിലാണ് നമ്മളുള്ളത്. എല്ലാവരുടെയും പിന്തുണ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ക്രെഡിറ്റ് മുഴുവൻ, ഈ നദീറിന് കിട്ടിയ പവർ മുഴുവൻ, ഈ മാതാപിതാക്കൾക്ക് കിട്ടിയ മനസ്സമാധാനത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും SSF എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്കാണ്, പ്രസ്ഥാനത്തിനാണ്, പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, ഞാൻ എന്റെ സംസാരം നീട്ടുന്നില്ല. നദീറിനോടുള്ള വലിയ സന്തോഷവും നദീറിനോടുള്ള താല്പര്യവുമാണ് എന്നെ ഇത്ര നേരം സംസാരിക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ആ നദീർ പോലൊരായിരം നദീറുമാരെ, ഓ ഖാലിദുമാരെ, ഫാറൂഖുമാരെ, അബ്ദുള്ളമാരെ ഇവിടെ സമ്മാനിക്കാൻ കഴിഞ്ഞ SSF ആ വിദ്യാർത്ഥി സംഘടനയിലേക്ക് നിങ്ങളുടെ മക്കളെ വിടുമ്പോ കലാപത്തിന് പോകുമെന്ന് പേടിക്കണ്ട, ഏതെങ്കിലും സംഘടനത്തിന് മുതിരുമെന്ന് പേടിക്കണ്ട. വൈകാരികമായിട്ടല്ല, വിവേകപൂർണമായിട്ടാണ് അവരെ സദാത്തുക്കളും അലിമീങ്ങളും നയിക്കുന്നത്. ആ നയിക്കുന്ന ലൈനിനപ്പുറം ഒരു അജണ്ട ഈ വിദ്യാർത്ഥി സംഘടനയ്ക്കില്ല. അതുകൊണ്ട് ആ മക്കളെ അല്ലാഹുവിന്റെ പരിശുദ്ധ മാർഗത്തിലേക്ക് പറഞ്ഞു വിടുന്നതിന് ഉമ്മമാരെ നിങ്ങൾ സന്നദ്ധരാകണം. ഉമ്മമാർ ഈ പരിസരത്തിരുന്ന് ഈ അനുസ്മരണ സമ്മേളനം ശ്രമിക്കുന്നുണ്ടാകാം. ആ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, അതാ ബഹുമാനപ്പെട്ട ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹാ, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം
പടക്കളത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ അവിടുന്ന് ആ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹാ തന്റെ മകന്റെ ശരീരത്ത് അണിഞ്ഞിരിക്കുന്ന പടച്ചട്ടയൊന്ന് തടവി നോക്കിയിട്ട്, മകനെ എന്താണ് ഈ അണിഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, ഉമ്മ ഇത് ശത്രുവിന്റെ വെട്ടേൽക്കാതിരിക്കാൻ, ശത്രുവിന്റെ കുന്തങ്ങൾ നേരെ പതിക്കാതിരിക്കാൻ പരിചയായി ഒരു തടസ്സമായി അണിഞ്ഞതാണെന്ന് പറയുമ്പോൾ ആ ധീരമാതാവ് പറയുന്നു, മോനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോ പ്രതിസന്ധികളുടെ കൂത്തരങ്ങായി, അല്ലെങ്കിൽ ആയുധത്തിന്റെ വരവായി, ആക്രമണത്തിന്റെ പ്രത്യേകമായ മഴയായി നിന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു വരുന്ന പ്രതികൂലകാരികളുടെ ശത്രുക്കളുടെ ആയുധം നിന്റെ ശരീരത്ത് നേരെ പതിയട്ടെ മോനെ. എന്റെ മകന്റെ നഗ്നമായ അഥവാ ആർട്ടിഫിഷ്യലായി ഒരു പരിചയോ പടച്ചട്ടയോ ഇല്ലാതെ ശരീരത്തിലേക്ക് അമ്പുകളെയ്യുമ്പോ ആ ശത്രുക്കളുടെ അമ്പുകൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഏറ്റുവാങ്ങാൻ എന്റെ മകനുണ്ടാകണമെന്ന് ഞാൻ കരുതി മോനെ. അല്ലാഹു നിനക്ക് വിജയം തരും. നീ വിജയശ്രീലാളിതനായി തിരിച്ചു വന്നാലും ഷഹീദായി സ്വർഗത്തിലെത്തിയാലും ഈ ഉമ്മക്ക് സന്തോഷം തന്നെ. അതുകൊണ്ട് മോൻ ഈ ശരീരത്തണിഞ്ഞ പടച്ചട്ടയങ്ങഴിച്ചു വച്ചിട്ട് പോകുന്നതാണ് ഈ ഉമ്മക്ക് നല്ല സന്തോഷമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യാത്രയാക്കിയ ആ മാതാവിനെ ഓർമ്മയില്ലേ ഉമ്മമാരെ? ഉമ്മയോട് പലപ്പോഴും നദീർ പറയും, ഞാൻ പ്രവർത്തിക്കുന്നതിന്റെ ഫലം ഉമ്മക്ക് മനസ്സിലാകും പിന്നീട് എന്ന് പോലും അവൻ വർത്തമാനം പറഞ്ഞത് ഇത്തരമൊരയവിറക്കലിന് വേണ്ടിയാണോ? ആ ഉമ്മ ഇപ്പൊ ചിന്തിച്ചു പോവുകയാണ്. അർഹമുർറാഹിമീനായ റബ്ബ് അനുഗ്രഹീതമായ സ്വർഗം നൽകി ദുനിയാവിൽ ജീവിച്ച് ദുനിയാവിന്റെ രസങ്ങളേറെയൊന്നും വാങ്ങാതെ യാത്രയായ ആ നദീറിന്, മോനെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് നീയെത്താൻ വഅമല്ലി ദാരിൻ ഗദൻ റിദ്വാനു ഖാസിനുഹാ വൽ ജാറു അഹ്മദു വർ-റഹ്മാനു നശീഹാ. നാളത്തെ ഒരു ഭവനത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. ആ ഭവനത്തിന്റെ കാവൽക്കാരൻ റിദ്വാൻ അലൈഹിസ്സലാമാണ്. അതിന്റെ അയൽക്കാരനോ റസൂലുള്ളാഹി തങ്ങളാണ്. സംവിധായകനോ അല്ലാഹുവാണ്. ഇതിനേക്കാൾ ഭദ്രമായൊരു വീട് ഏതാ? ഒരു സുനാമിയിലും ഇളകിപ്പോകാത്ത വീടല്ലയോ? ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഖുസൂറുഹാ ദഹബുൻ വൽ മിസ്കു തീനതുഹാ, അതിന്റെ മാളിക സ്വർണമാണ്. വൽ മിസ്കു തീനതുഹാ, കസ്തൂരി അതിന്റെ പശ്ചാത്തലമാണ്. മാത്രമല്ല വസ്സഅഫറാനു ഹസീസുൻ നാബിതുൻ ഫീഹാ, അവിടെ കിളിച്ചു നിൽക്കുന്ന കളച്ചെടികൾ പോലും കുങ്കുമമാണ്, മരതകമാണ്, കോമേതകമാണ്. ഇങ്ങനെ തുടങ്ങിയ അസുലഭമായ, അതേ വളരെ വ്യക്തമായും ഈ ദുനിയാവിൽ കിട്ടാതിരിക്കുന്ന വളരെ വ്യക്തമായ മുത്തുകൾ മുഴുവനും നേടിത്തരുന്ന സ്വർഗീയാരാമത്തിലെ അദാഹും അലൽ അറായിക്ക് മുത്തക്കിയൂൻ, അവിടെ അലങ്കാര കട്ടിലിൽ ചാരിക്കിടന്ന് വിശ്രമിക്കുന്ന സ്വർഗീയവാസികളുടെ ആ സുഖ സുഷുപ്തിയിലും ആസ്വാദനത്തിലും അംഗങ്ങളായി മാറാൻ, അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നേടിയെടുക്കാൻ, അവന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ വാക്കുകൂടി പറഞ്ഞു നിർത്തുമോ? റബീഉൽ അവ്വലിന്റെ നാള് നമ്മളോട് സമീപിച്ചു പോയി. പുന്നാര റസൂലുള്ളാഹിന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്ന മജ്ലിസുകൾ കൊണ്ട് അന്തരീക്ഷം മുഴുവൻ സുമോഹനമായി അലങ്കരിക്കാൻ പോകുന്നു. സഹോദരങ്ങളെ, ദീനിൽ അടിയുറച്ചു നിൽക്കണം കേട്ടോ.
നദീർ എന്ന ചെറിയ കുട്ടി അതിന് നമുക്ക് പ്രേരണയാകണം. കാരണം യമനിലേക്ക് ഇന്നത്തെ വാർത്ത എന്താണ്? ജോർദാനിലെ വാർത്ത, ഈജിപ്തിലെ വാർത്ത, ആഭ്യന്തര കലഹം വഴിയിൽ വന്നു നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെയൊക്കെ കേൾക്കാൻ കഴിയുന്നതെങ്കിൽ രണ്ടു ഭാഗത്തും ചൂട്ടുപിടിച്ചുകൊണ്ട് ജൂതായുസവും സാമ്രാജ്യത്വവും അരങ്ങു തകർക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ അതിന്റെ ഒറിജിനൽ കണ്ടെത്താൻ അൽ ഈമാനു യമാനി വൽ ഹിക്മത്തു യമാനിയ, യമാനിയാണ് ഈമാനെന്ന് റസൂലുള്ള പഠിപ്പിച്ചെങ്കിൽ മമ്പുറം തങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് പകർത്തി തന്ന ദീൻ ഹബീബായ റസൂലുള്ളാന്റെ തിരുവധരങ്ങളിൽ നടന്നു വീണ ആ യമനിലേക്ക് ഒരു ചെറിയ സന്ദർശനത്തിന് ഈ അടുത്ത് പോയപ്പോൾ അതാ ദിക്റും സലാത്തും റാത്തീബും മൗലിദും, എന്തിനധികം വെള്ളിയാഴ്ച രാവ് ഷെയ്ഖ് ഹബീബ് ഉമർ ഹഫീദിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ലോക കേന്ദ്രമായി അറിയപ്പെടുന്ന ഹളർമൗത്തിലെ തരീമിലെ ദാറുൽ മുസ്തഫയിൽ അതാ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ജനങ്ങൾ ഒരുമിച്ചുകൂടി സുബഹി നിസ്കാരം കഴിഞ്ഞ് വിറുദുൽ ലത്തീഫ് പോലെയുള്ള ഔറാദുകൾ നിർവഹിച്ച് അവിടുന്ന് അതാ കൂട്ടമായി സമ്പലെന്ന മഖാമിലേക്ക് സിയാറത്തിന് പോകുകയാണ്. എന്നിട്ട് ഫഖീഹ് മുഖദ്ദമെന്ന് അതാ ഹദ്ദാദ് റാത്തീബിൽ നമ്മൾ ആദ്യം പറയുന്ന മഹാനുഭാവനെ യാസീനോദി ദുആരെന്നിട്ട് സിയാറത്ത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അബ്ദുറഹ്മാൻ സഖാഫ് തങ്ങളുടെ അടുക്കൽ സിയാറത്ത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് മുഹദാർ തങ്ങളുടെ അടുക്കൽ, അത് കഴിഞ്ഞ് ഐദറൂസി സദാത്തുക്കളുടെ അടുക്കൽ, അവസാനം ഇമാം ഹദ്ദാദ് തങ്ങളുടെ അടുക്കൽ ബാഅലവി സദാത്തുക്കളുടെ കേന്ദ്രത്തിൽ വെച്ച് സിയാറത്ത് ചെയ്ത് മദ്ഹ് ചെയ്ത് ഹദ്ദാദ് റാത്തീബ് ചൊല്ലി മനാഖിബുകൾ ചൊല്ലി അവിടുന്ന് ദുആയിരന്ന് കൂട്ടത്തോടെ ഇറങ്ങുന്നത് കാണുമ്പോ ഇസ്ലാമിക് കൾച്ചർ മുഴുവൻ ഇതു തന്നെയാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്ന രംഗം യമനിൽ ഇന്നും കാഴ്ചയാണെങ്കിൽ 1000 പവറോടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് പ്രായത്തിന്റെയും നിങ്ങളുടെ സാഹചര്യത്തിന്റെയും മേഖലയിലുള്ള സംഘടനാ വേദിയിൽ നിന്നുകൊണ്ട് എല്ലാവിധ ഖിദ്മത്തും ചെയ്യണേ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മമാര് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടുത്തെ SSFന്റെ പ്രവർത്തന രംഗത്ത് കൂടുതൽ കരുത്ത് പ്രകടിപ്പിക്കാൻ നദീറിന്റെ ഈ സംഭവവും നദീറിന്റെ യാത്ര മുഖേന ഉണ്ടായ ദീനിയായ ചലനവും ഒരു വലിയ മുതൽക്കൂട്ടായി എന്റെ കൂട്ടുകാരായ അനുജന്മാരെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം കേട്ടോ. നമുക്കും നന്നായി മരിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്ത് അവന്റെ ഇഖ്ലാസുള്ള ഖാദിമീങ്ങളിൽ, ദീനിന്റെ ഖാദിമീങ്ങളിൽ പെട്ടിട്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്ക ചൊല്ലി സ്വർഗം കണ്ട് റസൂലുള്ളാനെ കണ്ട കണ്ണ് അടയ്ക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. അതുപോലെ രണ്ടാമതൊരു വസിയത്ത്, സാമ്പത്തിക രംഗത്ത് കനത്ത സൂക്ഷ്മത വേണം കേട്ടോ. ഇത് പൊതുസമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത്. ആ വിഷയത്തിൽ നദീറിൽ ഒരുപാട് മാതൃകയുണ്ട്. അവനോട് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് അതാ നമുക്ക് പോകാൻ ധൃതിയുണ്ടല്ലോ എന്ന് പലപ്പോഴും പറയുമ്പോ തഹരീക്ക് പോലെയുള്ള ആത്മീയ ചൈതന്യത്തിന്റെ നിറകുടങ്ങളായ ക്യാമ്പുകളിലിരുത്തി അവനെ പഠിപ്പിച്ചു കൊടുത്ത ആ ദിക്റും ഔറാദും പൂർത്തിയാക്കാതെ അവൻ കൂട്ടുകാരോടൊപ്പം ഇറങ്ങുന്നില്ല. അതുകൊണ്ട് മക്കളെ, ചുറ്റുഭാഗവും പ്രഭവിതറി നാം ഉരുകിപ്പോകുന്ന മെഴുകുതിരികളാകരുത് കേട്ടോ. നിസ്കാരം ഖദാ ആയി പോകുകയോ വഖത്തിൽ നിന്ന് പരമാവധി പിന്തിക്കുന്ന സ്വഭാവം അത് വരാതിരിക്കുകയോ വേണം കേട്ടോ. അല്ലാഹുവിന്റെ ദീനാണ് നമുക്ക് വലുതെന്ന ബോധത്തോടെ പോകണം.
കാരണവന്മാരെ, നമ്മുടെ സാമ്പത്തിക രംഗത്ത് അതാ ഒരുപാട് ക്രയവിക്രയങ്ങളിൽ അപകടങ്ങൾ വന്ന് കയറുകയാണ്. പലിശ ഇന്നൊരു വലിയ പ്രശ്നമല്ലാതായി മാറുകയാണ്. എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ കൊടുത്ത് പലിശയുടെ പേര് മാറ്റി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് അല്ലാഹുവിന്റെ ദീനിൽ വളരെ വലിയ വിഷമമാണ്. ആഖിറത്തിൽ നരകമാണതിന് പ്രതിഫലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നേരത്തെ പറഞ്ഞ പാനായിക്കുളം ഇബ്രാഹിം മുസ്ലിയാര് വാർത്തെടുത്ത മഹാന്മാര് പാനായിക്കുളം ബാപ്പു മുസ്ലിയാരെ പോലെയുള്ളവരാണ്. അവരുടെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവരുടെ പറമ്പിന്റെ സൈഡിൽ നിൽക്കുന്ന തെങ്ങിൽ നിന്ന് തേങ്ങ അടർത്തിയാൽ അയലത്തുകാരനെ വിളിച്ചിട്ട് കൊടുക്കുകയാണ് ആ തേങ്ങ. അയലത്തുകാരൻ അതപോടെ വന്നു നിന്നിട്ട് ഉസ്താദിനോട് പറയുന്നു, ഉസ്താദ് ഇത് അവിടുത്തെ തെങ്ങിലെ തേങ്ങയല്ലേ, എനിക്ക് വേണ്ട. അല്ല ഉസ്താദ് ബറക്കത്തിന് തരികയാണെങ്കിൽ ഒരെണ്ണമെങ്ങാണം മതിയെന്ന് പറയുമ്പോ പാനായിക്കുളം ബാപ്പു ഉസ്താദ് പറയുന്നു, മോനെ ഈ തെങ്ങിലെ തേങ്ങ മുഴുവനും നിനക്ക് അവകാശപ്പെട്ടതാ. കാരണം തെങ്ങ് എന്റെ പറമ്പിലാണെങ്കിലും എന്റെ മതിൽക്കെട്ടിനിപ്പുറമാണെങ്കിലും അതിന്റെ വേര് നിന്റെ പറമ്പിൽ നിന്നാണ് ജലവും ലവണവും വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് നിനക്കിരിക്കട്ടെ ഈ തേങ്ങ എന്ന് പറഞ്ഞ് ജീവിച്ച് അഥവാ സുഖമില്ലാതെ കിടക്കുമ്പോഴും സംതൃപ്തമായ ശൈലിയിൽ സംസാരിച്ച പാനായിക്കുളം ബാപ്പു മുസ്ലിയാരെ പോലെയുള്ള നവ്വറല്ലാഹു മർക്കദഹു മഹാനുഭാവന്മാർ. അവരാണ് കേരളത്തിൽ ബുറുദയുടെ ഇജാസത്ത് കൊടുത്തതിൽ പ്രസിദ്ധനായ ഒരാൾ. ആ ബുറുദയുടെ ഈരടികൾ നാം കേട്ടുകഴിഞ്ഞു. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് അല്ലാഹു നിറയ്ക്കട്ടെ. അവിടുത്തെ ഹബീബും മഹബൂബുമായി ജന്നാത്തുൻ നഈമിൽ അവിടുന്ന് നേതൃത്വം നൽകുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആയിരുന്നു. അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് നൽകിയ ഒരുപാട് സ്വത്തുക്കളുടെ കൂട്ടത്തിൽ മരണപ്പെടുമ്പോഴും നമ്മുടെ അനുജൻ നദീറിനെ ഓർമ്മിച്ച് ദീനീ രംഗത്ത് കൂടുതൽ ജീവസുറ്റതാകാൻ മരിക്കുന്ന വീടുകളിലെത്തുമ്പോൾ നമ്മുടെ മനസ്സ് ചിന്തിക്കേണ്ടത്, ഞാനും ഒരിക്കൽ ഈ കട്ടിലിൽ യാത്രയാകേണ്ടവനാണ്. അനങ്ങാതെ കിടക്കുന്ന കട്ടിലിൽ കിടക്കുന്ന ഉപ്പക്ക് വെള്ളം കൊടുക്കാൻ മക്കൾ വരുന്നില്ല, തന്നാൽ തന്നെ കുടിക്കാൻ കഴിയുന്നില്ല. അതിനു പകരം 4 കാലിനടിയിൽ ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ച് ആ കാല് കുടിക്കട്ടെ എന്ന് വിചാരിക്കുന്ന സമയം നമുക്കും ജീവിതത്തിൽ ഒരു നാൾ അങ്ങനെ വരാറുണ്ട് സഹോദരങ്ങളെ. ആ സമയത്ത് പുഞ്ചിരിയോടെ മരിച്ചവരാകണം. നാളെ ജന്നാത്തുൻ നഈമിൽ കടക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോൾ ഖബറിന്റെ ഇരുൾ മാറി സ്വർഗത്തിന്റെ പ്രകാശം ഉടനെ ഉണ്ടാകണം. മുൻകർ നക്കീറിന്റെ ഖബറിലെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയണം. ഹബീബിനോട് സലാത്ത് കൊണ്ടും അവിടുത്തോടുള്ള സ്നേഹം കൊണ്ടും അവിടുത്തെ സുന്നത്തിനെ അനുധാവനം ചെയ്ത ബറക്കത്ത് കൊണ്ടും നമുക്ക് ആ പുന്നാര തങ്ങളെ ഖബറിൽ വെച്ചിട്ട് ഇതാരാണ് മാതാ തഖൂലു ഫീ ഹാദർ റജുൽ എന്ന് ചോദിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി പുന്നാര റസൂലുള്ളാഹിനെ പരിചയമുള്ള നിലക്ക് ഹബീബിനെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആ ഒരു സന്തോഷകരമായ അന്ത്യം നമുക്കും അല്ലാഹു നൽകുമാറാകട്ടെ. നദീറിനോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവനും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ കടിച്ചിറക്കിയ ക്ഷമിച്ച ആ മാതാപിതാക്കൾക്കും അവന്റെ ഉസ്താദുമാർക്കും അവനോട് ബന്ധപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ പ്രവർത്തകർക്കും എല്ലാം അല്ലാഹു മനസ്സിന് കൂടുതൽ സമാധാനവും സന്തോഷവും നൽകുമാറാകട്ടെ. ഈ നാട് മുഴുവൻ യാതൊരു വ്യത്യാസവുമില്ലാതെ നദീറിന്റെ അപദാനങ്ങൾ പറഞ്ഞ് അവന്റെ മദ്ഹുകൾ പറഞ്ഞ് വർത്തമാനം പറയാൻ മാത്രം ഉപയോഗിച്ച നാട്. തീർച്ചയായും മഹാന്മാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ നാട്ടിൽ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനും
ആ പാത തെരഞ്ഞെടുത്ത് 20ന്റെ പ്രായത്തിൽ നമ്മോട് വിട പറഞ്ഞു. അള്ളാഹുവിന്റെ ഖബറിടം സ്വർഗതോപ്പാക്കി കൊടുക്കട്ടെ, ഖബറിൽ പ്രകാശം നിറയ്ക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൻ നഈമിൽ നമുക്കെല്ലാം ഒരുമിച്ച് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവൻ സൃഷ്ടിച്ച ഈ ധാർമ്മിക വിപ്ലവത്തിന്റെ മഹത്തായ വേര്, അതേ അവന് സമ്മാനിച്ച സംഘടനയായ SSFന്റെ പ്രവർത്തന രംഗം ഈ നാട്ടിൽ അള്ളാഹു അവന്റെ ബർക്കത്ത് കൊണ്ട് നല്ല റാഹത്തിലാക്കി തരുമാറാകട്ടെ. അതുപോലെ SYSന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തന രംഗത്ത് കൂടുതൽ സഹകരണം പ്രഖ്യാപിക്കാൻ, കൂടുതൽ കരുത്തേകാൻ, കൂടുതൽ ചിന്തിച്ചുകൊണ്ട് പെരുമാറാൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഉപകാരപ്പെടുന്ന സന്തതികളായി മാറാൻ മാതാപിതാക്കൾ കൊതിക്കുന്നെങ്കിൽ അവരെ പ്രവർത്തന രംഗത്ത് ഗോതയിൽ തയ്യാറാക്കാൻ എല്ലാവിധ പ്രേരണയുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ നൽകുമാറാകട്ടെ.